അപ്പുറത്തായിരിക്കുമെന്ന് നമുക്ക് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച തുടങ്ങുകയാണ്. റോജി എം ജോൺ അവതരിപ്പിക്കുന്നു. കോടി രൂപ കുടിശ്ശികയായിട്ട് കൊടുക്കാനുണ്ട് എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട പൊതുവിതരണ വകുപ്പ് മന്ത്രി തന്നെ ഇന്നലെ ഈ നിയമസഭയിൽ നൽകിയിരിക്കുന്ന മറുപടിയാണ്. അരി, പഞ്ചസാര, പയറുവർഗ്ഗങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നീ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തതിന്റെ കുടിശ്ശിക പൂർണ്ണമായും നൽകാത്തത് മൂലം ടീ ഇനങ്ങളുടെ വിതരണക്കാരിൽ ഭൂരിഭാഗവും കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയ ടെൻഡറുകളിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നു. ഇതുമൂലം സപ്ലൈകോ ഡിപ്പോകളിൽ നിന്നുള്ള ആവശ്യകതയനുസരിച്ച് എല്ലാ സബ്സിഡി സാധനങ്ങളും സംഭരിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സംസ്ഥാനം എത്തിയത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അത് നമ്മൾ കാര്യഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യണം. ഇവിടെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നോട്ടീസിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രതിസന്ധിയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് സർ, GST നടപ്പിലാക്കിയപ്പോൾ നികുതി ഭരണ സംവിധാനത്തിൽ കാലോചിതമായിട്ട് കൊണ്ടുവരേണ്ടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടതുകൊണ്ടും IGST പിരിവ് കാര്യക്ഷമമല്ലാത്തതുകൊണ്ടും സ്വർണം, ബാർ എന്നിവയിൽ നിന്ന് നികുതി പിരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടതുമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ കാരണങ്ങൾ. മറ്റൊന്ന്, സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ നിലപാടും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർ, എന്താണ് യഥാർത്ഥ കാരണം? ഇവിടെ നികുതി പിരിവിലെ കെടുകാര്യസ്ഥത നമുക്ക് പരിശോധിക്കാം. സർ 14/9/2023 നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യത്തിന് ധനമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ നൽകിയിട്ടുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്നെ ഇവിടെ നമുക്ക് പിരിവിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ചരക്ക് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചോദ്യത്തിന് പറഞ്ഞിരിക്കുന്ന മറുപടി: ചരക്കുകളും സേവനങ്ങളും ഉപഭോഗം ചെയ്യപ്പെടുന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കിയുള്ള GST സമ്പ്രദായം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് വലിയ നേട്ടമായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും നികുതി പിരിവിൽ പ്രതീക്ഷിച്ച വർധന ഉണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി തന്നെ ഇവിടെ സമ്മതിക്കുകയാണ്. സർ, കേന്ദ്ര സർക്കാർ എല്ലാ മാസവും പ്രസിദ്ധീകരിക്കുന്ന GST കളക്ഷന്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് കഴിഞ്ഞ ഈ ഡിസംബർ മാസത്തിലെ കണക്ക് നമുക്ക് പരിശോധിക്കാം. സർ, ഓരോ മാസത്തെ കണക്ക് പരിശോധിക്കുമ്പോഴും ദേശീയ ശരാശരിയുടെ താഴെയാണ് കേരളത്തിലെ GST കളക്ഷനിലുള്ള വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. ഡിസംബറിൽ ദേശീയ ശരാശരി 13%, കേരളത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് 12% മാത്രമാണ്. രാവിലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇവിടെ പറയുകയുണ്ടായ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കേരളത്തിന്റെ പിരിവിനെ സംബന്ധിച്ച് പഠിക്കാനായിട്ട് വരുന്നു എന്നാണ് പറഞ്ഞത്. സർ, ഹരിയാനയുടെ കണക്ക് എത്രയാണ്? ഹരിയാനയിലെ ഡിസംബറിലെ അവരുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 22%. മഹാരാഷ്ട്രയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 14%. കർണാടകയുടേത് 17%. തമിഴ്നാടിൻ്റെത് 19% വളർച്ചാ നിരക്കാണ്. അപ്പോഴാണ് 12% മാത്രം വളർച്ചാ നിരക്കിൽ നിൽക്കുന്ന ഈ കേരളത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇവിടെ വന്നിട്ട് എന്താ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കട്ടെ. സർ, അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നികുതി പിരിവിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന ആ വർധനവ് കൈവരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ, നികുതി വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. സർ, GST വരുമ്പോൾ സത്യത്തിൽ കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവേണ്ടത്. രാവിലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് പറഞ്ഞു GST ഞങ്ങളൊക്കെ എതിർത്ത ആളുകളാണെന്ന് പറഞ്ഞു. സർ, ആരാണ് സർ GST ഏറ്റവും കൂടുതലായിട്ട് അനുകൂലിച്ചത്? സർ, എൻ്റെ കയ്യിൽ റിപ്പോർട്ടുകളുണ്ട്. ഈ GSTയെ ഏറ്റവും കൂടുതൽ അനുകൂലിച്ച, അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വക്കാലത്തെടുത്തിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ മുൻഗാമിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് തന്നെയാണ്. ആ റിപ്പോർട്ട്, എത്രയോ റിപ്പോർട്ടുകൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് GST കേരളത്തിന് ഗുണം ചെയ്യുമെന്ന്. തോമസ് ഐസക് 20 മുതൽ 25% വരെ നമുക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകുമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി മനസ്സിൽ എടുപൊട്ടി നടന്ന ആളാണ് ഡോക്ടർ തോമസ് ഐസക്. എന്നിട്ട് ഈ 6 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ നികുതി പിരിവിൽ 1 രൂപയുടെ വർധന ഉണ്ടാക്കുവാനായിട്ട്, ഈ GSTയുടെ അഡ്വാൻറ്റേജ് എടുക്കുവാനായിട്ട് കേരള സംസ്ഥാനത്തിന് സാധിച്ചില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഇതുമൂലം ഇതിന്റെ ഭാഗമായിട്ട് നടപ്പേണ്ടുന്ന ഭേദഗതികൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ നടത്തുന്നതിൽ ഈ സർക്കാർ അമ്പേ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. സർ, തോമസ് ഐസക് അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചർച്ചയാണ്. സഭയിൽ ചർച്ച റോജി എം ജോൺ അവതരിപ്പിക്കുകയാണ്. അതിന് പിന്നാലെ മാത്യു കൊഴിൽനാടൻ വരാനിരിക്കുന്നു, മന്ത്രിമാർ എന്നതാണ് സംസാരിക്കാനിരിക്കുന്നു. അങ്ങനെ ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയോടും വാദിക്കുന്ന ശക്തമായ ഒരു ക്രിയാത്മകമായ ചർച്ച സഭയിലുണ്ടാവും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് വരാം. മറ്റു ചില വാർത്തകൾ കൂടി നമ്മൾ നോക്കുന്നു. 15 പ്രതികൾക്കും തൂക്കുകയർ. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയുടേതാണ് അത്യപൂർവമായ ശിക്ഷാവിധി.
പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ് പ്രതികൾ. രാഷ്ട്രീയ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നത് അപൂർവമാണ്. കോടതി വിധിയിൽ സംതൃപ്തരെന്ന് രഞ്ജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങൾ. ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വിധിയിൽ സംതൃപ്തരാണ് ഞങ്ങൾ. എങ്കിലും ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ, പ്രകൃതിയുടെ നീതിയുണ്ട്. അത് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പുറകെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഭഗവാന്റെ വിധി വേറെ ഉണ്ട്, വെച്ചിട്ടുണ്ട്. കോടതി നമ്മളെ രക്ഷിച്ചു. കോടതി വിധിയിൽ സംതൃപ്തരാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. കോടതി ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച ഒരു ടീമുണ്ട്. DYSP ജയരാജ് സാറും അദ്ദേഹത്തിൻ്റെ ടീം. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് വിലയിടാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ DYSP സാറിനുള്ള നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീം വളരെ നന്നായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചത്. ജയരാജ് സാറിൻ്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായ ആസൂത്രണത്തിന്റെ ഭാഗമെന്ന് പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചുവെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു. രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ് ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. കോടതി കണ്ടെത്തിയത് ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അത്യപൂർവമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. സംഭവം കണ്ടതായ ദൃക്സാക്ഷികളുടെ മൊഴികൾ ഒരു വലിയ രീതിയിൽ തന്നെ കേസിനെ ഗുണം ചെയ്തിട്ടുണ്ട്. മനീഷ് മഹിപാൽ, മനീഷ്, രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ അത്യപൂർവമായ ഒരു വിധിയിലേക്ക് കോടതി എത്തിച്ച ഘടകങ്ങൾ എന്താണ്? ഹിറ്റ് ലിസ്റ്റ് അടക്കം 15 പേർക്കും വധശിക്ഷ എന്ന അപൂർവമായ ശിക്ഷാവിധിയിൽ നിർണായകമായോ മനീഷ്? ഹാഷ്മി, സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വിധി 15 പേർക്കും ഒരുമിച്ച് തൂക്കുകയർ വിധിച്ചത് അത് ഇത്തരത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ പരിശോധിക്കേണ്ടി വരും. അത്തരത്തിൽ അത്യപൂർവമായിട്ടുള്ള വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രോസിക്യൂഷൻ എടുത്തു കാണിക്കുന്നത് പോലെ ഡിജിറ്റൽ തെളിവുകളും ഒപ്പം തന്നെ സാക്ഷികളുമാണ്. അതിൽ പ്രധാനപ്പെട്ട 1, 3, 8 സാക്ഷികൾ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അമ്മ, ഭാര്യ, മകളാണ്. ഇതിൽ മകൾ മുഖംമൂടി അണിഞ്ഞെത്തിയ പ്രതികൾ മുഖംമൂടി മാറ്റി സ്വന്തം പിതാവിനെ കൺമുൻപിൽ വെച്ച് കൊല ചെയ്തു അല്ലെങ്കിൽ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ദൃക്സാക്ഷി വിവരണമാണ് കോടതി വളരെ ഗൗരവത്തോടുകൂടി കണ്ടത്. അത്തരത്തിൽ എല്ലാ തരത്തിലും പ്രോസിക്യൂഷൻ വാദം കൃത്യമായ എവിഡൻസോടുകൂടി തന്നെയാണ് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശിക്ഷാവിധിയിന്മേൽ എല്ലാ പ്രതികളും 15 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയപ്പോൾ ശിക്ഷാവിധിയിന്മേൽ പ്രതിഭാഗം പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ കൊലപാതകമാണ്, ഇത് സർവ്വസാധാരണമാണ്, വ്യക്തിപരമായ കാരണങ്ങൾക്ക് വേണ്ടിയല്ല, പ്രതികളുടെ പ്രായം പരിഗണിക്കണം, 28 വയസ്സുകാരൻ മുതൽ 50 വയസ്സ് വരെ താഴെയുള്ള ആളുകളാണ്, കുടുംബവും കുട്ടികളും ഒക്കെ തന്നെ ഉള്ള ആളുകളാണ്, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആളുകളാണെന്നൊക്കെ തന്നെ പ്രതിഭാഗം പറഞ്ഞിരുന്നുവെങ്കിലും ആ പ്രതിഭാഗത്തിൻ്റെ എല്ലാ വാദങ്ങളും തള്ളി. ഒപ്പം തന്നെ പ്രതികളുടെ മാനസിക ആരോഗ്യ റിപ്പോർട്ട്, സാമൂഹിക പശ്ചാത്തലം, ജയിലിലെ പെരുമാറ്റമൊക്കെ തന്നെ കോടതി വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് തന്നെ ഈ റിപ്പോർട്ട് തേടിയിരുന്നു. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയുള്ള വിലയിരുത്തൽ നടത്തിയാണ് ഈ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഈ മറ്റൊരു പ്രത്യേകത കൂടി കേസിലുള്ളത്, കേസിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള 8 പേർ, ഇവരെ സഹായിക്കാനായി വീടിൻ്റെ മുൻപിൽ നിന്ന 4 പേർ കൂടാതെ ഈ ഭാഗത്തില്ലാതിരുന്ന പക്ഷേ ഇവർക്ക് സഹായം ചെയ്തിട്ടുള്ള ഈ കേസിലെ മുഖ്യ ആസൂത്രകരായിട്ടുള്ള ആളുകൾ, ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള 13, 14, 15 പ്രതികൾ, ഇവർ നേരിട്ട് കുറ്റകൃത്യത്തിൽ ഇല്ലെങ്കിൽ പോലും കൊലപാതകം ഇവരിലും 302 ഇവരിലും നിലനിൽക്കുന്നതാണെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് 15 പേർക്കും മുഴുവൻ പേർക്കും കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. 10ാം പ്രതി നവാസ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. ഹൃദയ സംബന്ധമായ അസുഖം മൂലം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയാണ്. പക്ഷേ ഇതേ വിധി തന്നെ അയാൾക്കും നിലനിൽക്കുന്നതാണ്. ഇനി ഇവരൊരു പ്രതിഭാഗം ഈ കേസിന്മേൽ, ഈ വിധിയിന്മേൽ അപ്പീൽ പോയാൽ, 3 മാസങ്ങൾക്കുള്ളിൽ അപ്പീൽ പോയാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കേസ് അത് നടപ്പിലാക്കുന്നത് വധശിക്ഷയാണ്. വധശിക്ഷ ഒരു പക്ഷേ ഇളവ് ചെയ്യപ്പെട്ടാൽ മാത്രമായിരിക്കും മറ്റ് ജീവപര്യന്തം അടക്കമുള്ള കാര്യങ്ങൾ ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുക. 1, 3, 8 സാക്ഷികളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ 8 ലക്ഷം രൂപ വീതം 15 പ്രതികളും പിഴയായി കൂടി നൽകണം. എന്താണെങ്കിലും ഇനി പ്രോസിക്യൂഷന്റെ നീക്കം എന്താണ് എന്നത് കൂടിയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഹാഷ്മി, എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അതിൻ്റെ ഏടുകളിലേക്ക് ഇത് കടക്കുന്നതിന് കാരണം മനീഷ്, രാജ്യത്തെ തന്നെ ഒരാളെ വധിച്ചതിന് ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ കിട്ടിയ ഒരു കേസ് എന്ന നിലയ്ക്ക് കൂടി ഈ കേസ് ശ്രദ്ധേയമാകുന്നു. അത് രാജ്യത്തിൻ്റെ നീതിന്യായ ഏടുകളിലേക്ക് കടക്കുന്നു. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി കൂടി ആ കേസിനുണ്ട്, ആ വിധിക്കുണ്ട്. ഇതിൽ ഇരുപക്ഷത്തിൻ്റെയും പ്രതികരണം എന്താണ്? രഞ്ജു ശ്രീനിവാസൻ, എന്താണ്
എന്താണ് BJP-യുടെയും സംഘപരിവാർ പക്ഷത്തിൻ്റെയും പ്രതികരണം, എന്താണ് SDP-യുടെ പ്രതികരണം? മനീഷ്. രണ്ട് പ്രതികരണങ്ങൾ. ഒന്ന്, രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ ഇതിനോട് പ്രതികരിച്ചത് പ്രകൃതിയുടെ നീതി എന്നാണ്, വിധിയിൽ സംതൃപ്തരെന്നാണ്. ഒരു പക്ഷേ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പോലും ഈ കേസിൽ 15 പേർക്കും വധശിക്ഷ വിധിക്കുമെന്ന് ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ വിധിക്ക് മുൻപ് നമ്മൾ എടുത്തപ്പോഴും പരമാവധി ഒരു ജീവപര്യന്തമൊക്കെ തന്നെ ലഭിക്കാവുന്ന വകുപ്പുകൾ, അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റ് പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും പരമാവധി ജീവപര്യന്തമായിരുന്നു. പക്ഷേ കോടതി ഇത് മനസ്സിലാക്കുന്നത് വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകം എന്ന രീതിയിൽ തന്നെയാണ്. കാരണം പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെല്ലാം തള്ളുന്നു. രാഷ്ട്രീയപരമായ ഒരു കൊലപാതകമെന്ന് പറയുമ്പോൾ ഇത്ര ബ്രൂട്ടലായി ചെയ്യുന്ന സ്വന്തം അമ്മയുടെയും മകളുടെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ച് ഒരാളെ അയാളുടെ ഉടുതുണി എടുത്തു മാറ്റി അയാളെ 40-ലധികം വെട്ടുകൾ കൊണ്ട് അയാളെ കൊലപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന രീതിയിൽ ലഘൂകരിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു കോടതി പറഞ്ഞത്. പ്രതിഭാഗം അപ്പോഴും അത് രാഷ്ട്രീയ കൊലപാതകമാണ്, 15 പേരും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞപ്പോഴും അവരുടെ പ്രായപരിധി, കുടുംബ പശ്ചാത്തലമൊക്കെ തന്നെ നിരത്തി. ഇനി ഇതിൽ ഇന്ന് പ്രതിഭാഗം അഭിഭാഷകൻ PP ഹാരിസ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജൂനിയർ അഭിഭാഷകനായിരുന്നു എത്തിയിരുന്നത്. പ്രതിഭാഗം എന്താണെങ്കിലും സ്വാഭാവികമായി തന്നെ മേൽക്കോടതിയെ സമീപിക്കും. പക്ഷേ രാഷ്ട്രീയമായി ഈ വിധിയെ എങ്ങനെ കാണുന്നു എന്ന് SDP-യുടെ പ്രതികരണം എത്തിയിട്ടില്ല. ഇന്ന് വൈകിട്ട് 4:30 മണിക്ക് ആലപ്പുഴ നഗരത്തിൽ വെച്ച് SDP-യുടെ പ്രകടനമുണ്ടെന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ ഇരട്ട നീതിയാണെന്ന് കൂടി SDP പറയുന്നുണ്ട്. ആദ്യം നടന്ന ഡിസംബർ 18 നടന്ന KS ഷാൻ കൊലക്കേസിൽ ഇതുവരെയും വിചാരണ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പ്രോസിക്യൂട്ടർ അടക്കം തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ രണ്ട് കൊലപാതകങ്ങളിൽ സർക്കാർ ഇരട്ട നീതി കാണിക്കുന്നെന്ന വലിയ ആക്ഷേപമാണ് SDP അല്ലെങ്കിൽ ഷാൻ്റെ കുടുംബത്തിന് ഉള്ളത്. യെസ്, മനീഷ് മഹിവാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ അത് അപൂർവമായ ശിക്ഷാവിധി തന്നെ പറയേണ്ടി വരും. രാജ്യത്ത് നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്ത് തന്നെ ഒരാളെ വധിച്ചതിന് ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ കിട്ടുന്ന ഒരു കേസാണ് ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ്. കൂടുതൽ പേർ ശിക്ഷിക്കപ്പെട്ട മറ്റു കേസുകൾ എല്ലാം കൂട്ടമരണങ്ങൾക്ക് കാരണമായ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഒക്കെയായിരുന്നു. രാജ്യചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ഒന്നിച്ച് വധശിക്ഷ കിട്ടിയത് 2008-ലെ അഹമ്മദാബാദ് സ്ഫോടന കേസിലാണ്. 3 മലയാളികൾ ഉൾപ്പെടെ 38 പേർക്കായിരുന്നു വധശിക്ഷ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശ്രീ പെരുമ്പത്തൂർ കേസിൽ 26 പേർക്കാണ് ഒറ്റ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ടത്. രാജീവ് ഗാന്ധിക്ക് പുറമെ 14 പേർ കൂടി കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരുക്കേറ്റു. ബീഹാറിൽ 1997-ൽ 58 ദളിതരെ വധിച്ച കേസിൽ 16 പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത്. ഉയർന്ന ജാതിക്കാർ നടത്തിയ ആക്രമണമായിരുന്നു കൂട്ടക്കൊലയ്ക്ക് കാരണം. 257 പേർ കൊല്ലപ്പെട്ട മുംബൈ സ്ഫോടന കേസിൽ പോലും 12 പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത്. രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ച കേസിൽ 15 പ്രതികൾക്ക് വിധിച്ച ശിക്ഷ അതുകൊണ്ട് തന്നെ നീതിന്യായ ചരിത്രത്തിൽ പുതിയ അധ്യായമാവുകയാണ്. ന്യൂസ് ഡെസ്ക് 24. തോമസ് ചേക്ക പറയുകയാണ് ഈ വിധി സൂപ്പറാണ്. കാരണം രാഷ്ട്രീയ കൊലപാതകമാണെങ്കിലും അല്ലെങ്കിലും അത് ആയുധം ഉപയോഗിച്ച് ജീവനെടുക്കുന്നവർക്ക് ഒരു പാഠമാകട്ടെ എന്ന് പറയുകയാണ്. ആർത്ഥത്തെ അത് 100% ഞാനും അതിനോട് യോജിക്കുന്നു. കാര്യം ഏതാശയമാകട്ടെ എന്താകട്ടെ അതിനുവേണ്ടി ആയുധമെടുത്ത് ഒരാളെ കൊന്നുകളയുക, അയാളുടെ വീട്ടുകാർക്കൊക്കെ ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമുണ്ടാക്കുക എന്നുള്ളത് പ്രാകൃതകാലത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ കുറച്ച് നാളായി സംസ്ഥാനത്ത് വളരെ കുറവാണ്, നല്ല കാര്യമാണ്. ഇനിയും മുന്നോട്ടുള്ള നമ്മുടെ വളരെ പക്വമായ രാഷ്ട്രീയ പോക്കിൽ അത്തരം കൊലപാതകങ്ങൾ തടയപ്പെടട്ടെ. അതിനുള്ള ശിക്ഷകൾ ഇതുപോലെ പരമാവധി ശിക്ഷകളാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രധാന ആഗ്രഹം. രാജേന്ദ്ര വയല തൂക്കലേറ്റിൽ ഉണ്ടാവില്ലല്ലോ, എത്ര കാലമായി നടക്കുന്നില്ല, അതേക്കുറിച്ച് പറയുമ്പോൾ സാറിന് ചോദിക്കുന്നത്. ചേട്ടാ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൽ അപ്പീൽ സുപ്രീം കോടതി, അതപ്പോൾ അങ്ങനെ നീണ്ടു പോകും. പിന്നെ രാഷ്ട്രപതിയുടെ ദയാഹർജി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ കാലതാമസം അതിനുണ്ട്. പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാകും എന്ന് നമുക്ക് അപ്പോഴല്ലേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 21 പേരാണ് സംസ്ഥാനത്ത് വിവിധ ജയിലുകളിലുള്ളത്. ഇവരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ആരും തന്നെ ഇല്ല. രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ വിധിയോടെ വധശിക്ഷ കാത്തു കഴിയുന്നവരുടെ എണ്ണം 36 ആവുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വധശിക്ഷ തന്നെ അത്യപൂർവമാണ്. പരമാവധി ജീവപര്യന്തമെന്ന നിലയിലുണ്ടായിരുന്ന വിധിയുടെ ചരിത്രമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലൂടെ തിരുത്തപ്പെടുന്നത്. ഒരാളെ വധിച്ച കേസിൽ ഇത്രയധികം പേർക്ക് വധശിക്ഷയും നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 9 പേരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത്. അജിത് കുമാർ, അനിൽകുമാർ എന്ന ജാക്കി അനിൽ, നിനോ മാത്യു, ഗിരീഷ്, അനിൽകുമാർ എന്ന കൊളുത്തനിൽ, അരുൺ ശശി, കെ ജിതകുമാർ, സുധീഷ്, ലാബലു ഹസൻ എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടവർ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വധശിക്ഷ കാത്ത് 4 പേരാണ് ജയിലിലുള്ളത്. രാജേന്ദ്രൻ, നരേന്ദ്രകുമാർ, പരിമൾ സാഹു, വിശ്വാനന്ദൻ എന്നിവരാണ് വധശിക്ഷ കാത്തു കഴിയുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 5 പേരുണ്ട്. ജോമോൻ, അമീറുൽ ഇസ്ലാം, രഞ്ജിത്ത്, സുനിൽകുമാർ, അസഫാഖ് ആലം എന്നിവരാണ് അവിടെയുള്ളത്. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ വധശിക്ഷ കാത്ത് 3 പേരുണ്ട്. രാജ്കുമാർ, അബ്ദുൽ നാസർ, തോമസ് ചാക്കോ എന്നിവരാണ് വധശിക്ഷ കാത്ത് അതീവ സുരക്ഷാ ജയിലിലുള്ളത്. കേരളം രൂപീകരിച്ച ശേഷം ആദ്യ വധശിക്ഷ 1958 നടപ്പിലാക്കിയത്. കേരളത്തിൽ നടന്ന അവസാന വധശിക്ഷ 1991 റിപ്പർ ചന്ദ്രനെയാണ് അന്ന് തൂക്കിക്കൊന്നത്. ന്യൂസ് ഡെസ്ക് 24. പവിത്രൻ പതിനെ പറ്റി പറയുന്നു. 2 ദിവസം ഈ വാർത്ത തന്നെ കാണാൻ പറ്റിയില്ല. ഇന്നലെ രാത്രിയിലാണ് നമ്മുടെ സമ്മേളനത്തിന് ശേഷം മടങ്ങിയെത്തിയെന്ന് പറയുന്നു. അയ്യോ ചേട്ടാ, ഒത്ത ചേട്ടാ അവിടെ പോയി, നമ്മൾ അവിടെ വെച്ച് കണ്ടതാണ്. ആ സമ്മേളനത്തിൽ പറഞ്ഞപ്പോഴാണ് ഒരു സ്കൂൾ ഒരു ചേച്ചി വന്ന് കണ്ട് എൻ്റെ കയ്യിൽ ഈ കുറിപ്പ് തന്നിട്ട് അങ്ങ് പോയി. ചേച്ചിയോട് ഒന്ന് മിണ്ടാനോ സംസാരിക്കാനോ സമയം കിട്ടിയില്ല. ആ കുറിപ്പ് വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയാണ്: വയസ്സായ സ്കൂൾ പാചക തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേതനം കൃത്യമായി ലഭിക്കുന്നതിന് ഇടപെടണം CM വിനോദിനി എറണാകുളം എന്ന് പറയുന്ന ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ കഷ്ണം പേപ്പറിൽ എഴുതി ഈ കാര്യം മാത്രം എഴുതി തന്നിട്ട് പോയതാണ്. അപ്പോൾ അത് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ, സർക്കാരിന് മുന്നിൽ ഈ ചെറിയ കുറിപ്പ് വേദനയുടെ ഒരു പ്രായമുള്ള ചേച്ചിയാണ്, അത്യാവശ്യം നല്ല പ്രായമുള്ള ചേച്ചി, മുഖമൊക്കെ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഈ വേദനയുടെ സങ്കടത്തിൻ്റെ കയ്യക്ഷരങ്ങൾ സർക്കാരിന് മുന്നിൽ ഞാൻ വെക്കുകയാണ്. നമ്മൾ നിയമസഭയിലേക്ക് പോകുന്നു. അവിടെ ഈ വിഷയം തന്നെയാണ് അവിടെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചർച്ചയാണ്. കടകംപള്ളി സംസാരിക്കും അതിൻ്റെ വാക്കുകൾ. പ്രതിസന്ധി നേരിടുകയാണെന്നാണ് അടിയന്തര പ്രമേയത്തിൻ്റെ വിശദീകരണ കുറിപ്പിലെ ആദ്യ വാചകം. സർ, ആരാണ് സർ ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദി? അതേക്കുറിച്ചൊന്നും പ്രമേയ അവതാരകനായിട്ടുള്ള ശ്രീ ജോബിക്ക് പറയാനില്ല. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പിൻവാതിൽ ശ്രമങ്ങൾ നടത്തിയെന്ന ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് നടത്തിയിട്ട് ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പ്രധാനമന്ത്രിയും ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡിയും തമ്മിൽ നടത്തിയ പിന്നാമ്പുറ നീക്കങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന BVR സുബ്രഹ്മണ്യമാണ്. 13ാം ധനക്കമ്മീഷൻ കാലത്ത് 32% സംസ്ഥാന വിഹിതം. സർ, 14ാം ധനകാര്യ കമ്മീഷൻ ഇത് 42% ഉയർത്തുമെന്ന സ്ഥിതി വരുമ്പോഴാണ് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം നികുതിയായും ഗ്രാൻറ്റുകളായും നമുക്ക് ലഭിക്കുന്നത് വെട്ടിക്കുറയ്ക്കാൻ നരേന്ദ്രമോദി തന്നെ പിൻവാതിൽ വഴി ഇടപെട്ടത്. സർ, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മോദി ആവശ്യപ്പെട്ടത് ഈ വിഹിതം 50% ആക്കണമെന്നായിരുന്നു. സർ, എന്താണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡിവിസിബിൾ പൂളിൽ വരുന്ന പണം സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കണമെന്നത് കേന്ദ്രത്തിൻ്റെ ഭരണഘടനാ ബാധ്യതയാണ്. സെസ്സുകളും സർചാർജുകളും ഒഴിച്ചുള്ള യൂണിയൻ സർക്കാർ നികുതികളെല്ലാം ഡിവിസിബിൾ പൂളിൽ നിക്ഷേപിക്കണം. അങ്ങനെ നിക്ഷേപിച്ചാൽ അതിലൊരു ഭാഗം സംസ്ഥാന സർക്കാരുകൾക്ക് വീതം വെക്കണം. അതിനെ മറികടക്കാൻ മോദി കണ്ട വഴി എന്താണ് സർ? സെസ്സിൻ്റെയും സർചാർജിൻ്റെയും എണ്ണവും പിരിവും വർദ്ധിപ്പിക്കുക. അപ്പോഴത് സംസ്ഥാന സർക്കാരുകളുമായി പങ്കുവെക്കേണ്ട കാര്യമില്ല. സർ, 2010-11 വർഷം യൂണിയൻ സർക്കാരിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 10% സർ സെസ്സുകളും സർചാർജുകളും. 2022-23 GST കോമ്പൻസേഷൻ സെസ് മാറ്റി നിർത്തി തന്നെ 23-24% ഇത് കുതിച്ചുയർന്നു. ഉദാഹരണത്തിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേൽ എക്സൈസ് നികുതിക്ക് പകരം അഗ്രികൾച്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സെസ് ആയിട്ടാണ് കേന്ദ്ര സർക്കാർ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്നത്. അന്താരാഷ്ട്ര എണ്ണവിലയിൽ വരുന്ന കുറവ് ജനങ്ങൾക്ക് വിലക്കുറവായി കൈമാറ്റം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അധിക നികുതി ഇനത്തിൽ സെസ്സായി ഈടാക്കി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതം നിഷേധിക്കുകയും ചെയ്യുന്നു. 23-24 ബഡ്ജറ്റ് കണക്കുകൾ പ്രകാരം 33,60,858 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ പിരിക്കുന്ന ആകെ നികുതി. സാർ, ഇതിൽ സെസ്സുകളും സർചാർജുകളും 23% എന്ന മിതമായ കണക്കെടുത്താൽ എത്ര രൂപ വരും സർ? 7,73,000 കോടി രൂപ. 10% പാടുള്ളൂ എന്നതാണ് തത്വം. എന്ന് വെച്ചാൽ 4,37,000 കോടി രൂപയും കൂടി അധികമായി ഡിവിസിബിൾ പൂളിൽ കൂടുമായിരുന്നു. ഇതിൻ്റെ 41% സംസ്ഥാനങ്ങൾക്കുള്ളതാണല്ലോ സർ. അതെത്ര വരും? 1,80,000 കോടി രൂപ. ഇതിൽ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ വിഭജന പ്രകാരം അങ്ങനെ നോക്കിയാൽ പോലും 1.9% കേരളത്തിന് കിട്ടണമല്ലോ സർ. അതെത്ര വരും? 3,500 കോടി രൂപ. കേരളത്തിന് അർഹമായ ഈ പണം കിട്ടാതെ പോകുന്നതിൽ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വേവലാതിയുണ്ടോ? അവിടെ വർത്തമാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വേവലാതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടോ സർ? കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സംസ്ഥാന വിഹിതം ഗണ്യമായി ഉയർത്തിയും കേന്ദ്ര സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുകയാണ്. സർ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ 3 വിഭാഗങ്ങളാക്കി അവരിപ്പോൾ മാറ്റി സർ. കോർ ഓഫ് കോർ പദ്ധതികൾ, കോർ പദ്ധതികൾ, ഓപ്ഷണൽ എങ്ങനെ 3 വിഭാഗങ്ങളായി. ആകെ 28 പദ്ധതികൾ സർ. എന്നാൽ ഓരോ പദ്ധതിയുടെയും ഉപഘടകങ്ങൾ വേറെയുണ്ട്. ആകെ പദ്ധതികളിൽ 27% മാത്രമാണ് കോർ ഓഫ് കോർ വിഭാഗത്തിലുള്ളത്. ഇതിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പഴയ രീതിയിൽ തുടരുന്നത്. ബാക്കി 73% കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും സംസ്ഥാനങ്ങളുടെ വിഹിതം ഗണ്യമായി കൂട്ടി സാർ. ഇതിൻ്റെ ഫലമായി സംസ്ഥാനങ്ങൾക്കുള്ള അസൽ കേന്ദ്ര കൈമാറ്റം ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാന സർക്കാരുകളുടെ പരിമിതമായ വിഭവം കേന്ദ്രം ആവിഷ്കരിക്കുന്ന ഈ പദ്ധതികളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ് സാർ എന്നുള്ളത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പും
ധനക്കൈമാറ്റവുമെല്ലാം സംസ്ഥാനങ്ങളുടെ അധികാരത്തിലും സ്വാതന്ത്ര്യത്തിലുമുള്ള നഗ്നമായ കടന്നുകയറ്റമായി മാറുകയും ചെയ്തു സാർ. സംസ്ഥാനങ്ങളോട് യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഈ പൊതുവിഭജനത്തിന് കെടുതികൾ കൂടാതെ ഏതാണ്ട് ഉപരോധം പോലുള്ള വിഭജനമാണ് കേരളം നേരിടുന്നത്. അതൊന്നും സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനോ അടിയന്തര പ്രമേയ അവതാരകനോ പ്രശ്നമേ അല്ല. 2023-24 സാമ്പത്തിക വർഷം നവംബർ മാസം വരെയുള്ള CNAGയുടെ താൽക്കാലിക കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് സാർ. എത്രയാണ് കേരളത്തിൻ്റെ വിഹിതം, എത്രയാണ് UPയുടെ വിഹിതം? സാർ, ഉത്തർപ്രദേശിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 37% കേന്ദ്ര വിഹിതം, കേരളത്തിലേതോ 17.82%. ബീഹാറിന് സാർ 40% രാജസ്ഥാന് 32%, ഒഡീഷയ്ക്ക് 36%. സാർ, ഏറ്റവും കുറവ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. എന്തിനാണ് സാർ നാടിനോട് ഇങ്ങനെ പെരുമാറുന്നത്? നിയമപരമായി കടമെടുക്കാനുള്ള നമ്മുടെ അവകാശത്തിലും കേന്ദ്രം കത്തിവെച്ചു സാർ. 3% കടമെടുക്കാൻ നമുക്ക് എല്ലാം അധികാരമുണ്ട്. വായ്പ 3% അധികരിക്കുന്നത് കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് ഒരുപോലെ ബാധകമാണല്ലോ. പക്ഷേ നടക്കുന്നത് അങ്ങനെയാണോ? നടപ്പ് വർഷം കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി 5.9% സംസ്ഥാനത്തിൻ്റെ ശരാശരി 2.9% അധികരിക്കില്ല. അവകാശപ്പെട്ട വായ്പ നാം എടുത്താലും ധനക്കമ്മി 3% അധികരിക്കില്ല. പിന്നെന്തിന് നമുക്കെതിരെ മാത്രം ഈ നിയന്ത്രണം? 23-22 43,000 കോടി രൂപ വായ്പ എടുത്ത സംസ്ഥാനത്തിന് 22-23 22,000 കോടി രൂപ വായ്പ എടുക്കാനേ അനുവാദം ലഭിച്ചുള്ളൂ. നടപ്പ് വർഷം അതിലും കുറവായിരിക്കും സാർ. ഇത് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനെതിരെ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ത്യയിലെ സംസ്ഥാനം തന്നെയാണ് സാർ കേരളം. എന്തുകൊണ്ടാണ് ഭരണഘടനാപരമായും നിയമപരമായും നമുക്കുള്ള അവകാശങ്ങൾ കേന്ദ്രം നഗ്നമായി നിഷേധിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്കെതിരെ കേന്ദ്രം സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതിനിരയാകുന്നവർ CPM-കാർ മാത്രമോ ഇടതുപക്ഷക്കാർ മാത്രമോ അല്ലല്ലോ സാർ. LDF-കാരും UDF-കാരും BJP-കാരും ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവരും അടങ്ങുന്ന കേരള ജനത ഒന്നടങ്കമല്ലേ സാർ അതിന് ദുരിതം പേറേണ്ടി വരുന്നത്? ആ നയത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ എന്തുകൊണ്ടാണ് സാർ UDF-കാരുടെ ശബ്ദം ഉയരാത്തത്? നികുതി ഭരണത്തിലെ കെടുകാര്യസ്ഥതയുണ്ടെന്നും IGST കാര്യക്ഷമമല്ലെന്നുമാണ് അടുത്ത ആരോപണം. സാർ അടിയന്തര പ്രമേയത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് സാർ തോന്നുന്നത്. 2017 മാർച്ച് 17 നിയമസഭയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അന്ന് തന്നെ ധനമന്ത്രി വ്യക്തമായി മറുപടി പറഞ്ഞതാണ്. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ, എൽദോസ് കുന്നപ്പള്ളിൽ, സജീവ് ജോസഫ് എന്നിവർ ചോദിച്ചാണ് ചോദ്യം. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം 483. നിങ്ങൾ ചോദ്യം ചോദിക്കുകയുള്ളൂ സാർ, മറുപടി വായിച്ച് മനസ്സിലാക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ലേ? എല്ലാം പഠിച്ചു പറയുന്ന ഒരാളാണ് സാർ നിങ്ങൾ നയിക്കുന്നത്. ഇതൊന്നും പഠിക്കാൻ ആരും പറഞ്ഞു തന്നിട്ടില്ലേ? എന്താണ് IGST എന്ന് ധനമന്ത്രി ആ മറുപടിയിൽ വിശദീകരിച്ചത് വായിച്ചിരുന്നെങ്കിൽ ഈ വിഡ്ഢിത്തരം വിളമ്പുമായിരുന്നില്ല. ചരക്കുകളുടെയോ സേവനത്തിൻ്റെയോ അന്തർ സംസ്ഥാന വിതരണത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് IGST. നികുതി കൊടുക്കുന്നയാൾ ഫയൽ ചെയ്യുന്ന റിട്ടേണിന്മേൽ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നതാണ് IGST സെറ്റിൽമെൻറ്റ്. അതിൽ സംസ്ഥാന സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ല. നിലവിലുള്ള നികുതി നിയമം അനുസരിച്ച് IGST സെറ്റിൽമെൻറ്റ് സുഗമമായി നടക്കുന്നുണ്ടെന്നും സംസ്ഥാനത്തിന് എല്ലാ മാസവും മുടങ്ങാതെ IGST വിഹിതം കിട്ടുന്നുണ്ടെന്നും ധനമന്ത്രി ആ മറുപടിയിൽ വിശദമായി പറഞ്ഞിരുന്നു. ഇതേവരെ കിട്ടിയ കണക്കും പറഞ്ഞു. ഈ ധനകാര്യ വർഷം ഇതുവരെ കിട്ടിയത് 15,610 കോടി രൂപയാണ്. 2019-20 10,619.71 കോടി രൂപയായിരുന്നു. 2020-21 10,938.18 കോടി രൂപയായിരുന്നു. 2021-22 14,098.27 കോടി രൂപയായിരുന്നു. സാർ, GST സോഫ്റ്റ്വെയർ വഴി ഓട്ടോമാറ്റിക്കായി നടക്കുന്ന ട്രാൻസാക്ഷനാണിത്. ഇതിലെവിടെയാണ് സംസ്ഥാനത്തിന് റോൾ സാർ? കൂടുതൽ കിട്ടാനുണ്ടെന്ന് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വാദിക്കാൻ കഴിയുക? GST-യെക്കുറിച്ച് പ്രാഥമികമായ ബോധമെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു അസംബന്ധം ഈ ഫ്ലോറിൽ എഴുന്നള്ളിക്കുമോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെ എങ്ങനെയാണ് IGST ട്രാൻസാക്ഷൻ നടക്കുന്നത്? കൂടുതൽ കിട്ടാനുണ്ടെന്ന് എങ്ങനെയാണ് നിങ്ങളുടെ സർക്കാർ വാദിക്കുന്നത്? എങ്ങനെയാണ് അവർ തങ്ങളുടെ അവകാശവാദം സാധൂകരിക്കുന്നത്? അങ്ങനെ വാദിച്ച് എത്ര കോടി രൂപയാണ് ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാരുകൾ IGST-യിലെ സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ച് വാങ്ങിയത്? അത് ചൂണ്ടിക്കാണിച്ച് ആ രീതി ഇവിടെയും നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് കേൾക്കാൻ ഒരു അന്തസ്സുണ്ട് സാർ. അതിനെക്കുറിച്ച് IGST-യെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ ഇത്തരം അസംബന്ധം നിയമസഭയിൽ വെച്ച് അലക്കുന്നത് ശരിയാണോ എന്നത് നിശ്ചയമായിട്ടും നിങ്ങൾ പരിശോധിക്കണമെന്നാണ് സാർ പറയാനുള്ളത്. സാർ, സംസ്ഥാനത്തെ നികുതി പിരിവ് കാര്യക്ഷമമായി തന്നെയാണ് നടക്കുന്നതെന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും സാർ. കേന്ദ്രത്തിൻ്റെ പകയും പ്രതികാരവും മുടിയഴിച്ചാടുന്നത് മൂലമുണ്ടാകുന്ന കെടുതികളെ പരമാവധി ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് സംസ്ഥാനത്തെ നികുതി പിരിവ്. നമ്മുടെ നിയമസഭയിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ തുടരുകയാണ്. കേന്ദ്രത്തിൻ്റെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെയും ഗുരുതരമായ അലംഭാവം ഈ ധനപ്രതിസന്ധി കാരണമായി ഉണ്ട് എന്ന് പറയുകയായിരുന്നു റോജി എം ജോൺ. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു അങ്ങനെയല്ല, അത് കേന്ദ്രത്തിൻ്റെ സമ്പൂർണ്ണമായ പ്രശ്നമാണെന്ന്. കാരണം അങ്ങനെ കൊണ്ടും കൊടുത്തും ആ ചർച്ച അങ്ങനെ സജീവമായി പുരോഗമിക്കുകയാണ്. മഞ്ജു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉറപ്പായും അത് ബുദ്ധിമുട്ടുന്ന നാട്ടിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അടക്കമുള്ള സാധാരണക്കാരാണ്. മഞ്ജു ചോദിക്കുന്നുണ്ട്, ഹാഷ്മിക്ക് എന്തായിരുന്നു കുറിപ്പെന്ന് ചോദിക്കുന്നുണ്ട്. ആ കുറിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. വയസ്സായ സ്കൂൾ പാചക തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേതനം കൃത്യമായി ലഭിക്കുന്നതിന് CM വിനോദിനി എറണാകുളം എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ചേച്ചിയാണേ.
ആ ചേച്ചി എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടു നീപ്പിച്ചിട്ട് പോയാണ്. അതൊന്ന് പ്രേക്ഷകരെ കാണിച്ചു. പ്രേക്ഷകരല്ല ഞാൻ കാണിക്കുന്നത്, ഇത് സർക്കാരിനെ തന്നെ കാണിക്കുകയാണ്. ഇപ്പോൾ നിയമസഭയിൽ നടക്കുന്ന ചർച്ചകളിലേക്കൊക്കെ ഇത് കാണിക്കുകയാണ്. ഇതാണെങ്കിൽ ചെറിയൊരു കഷ്ടം. എനിക്കൊന്ന് ഇത് മരുന്ന് കിട്ടുന്ന ഡപ്പയുണ്ടല്ലോ, അതിൻ്റെ ഒരു പേപ്പറാണ്. ആ പേപ്പറിൽ എഴുതിയ 3 വരികളാണെങ്കിലും ഇതിൽ വലിയ സങ്കടത്തിൻ്റെയും വലിയ ഗദ്ഗതങ്ങളുടെയും വലിയ വേദനയുടെയും ഒക്കെ നമുക്ക് തൊട്ടറിയാം അക്ഷരങ്ങൾ. അതുകൊണ്ട് അത് വായിക്കണം തോന്നി, വായിച്ചു. PC പുതിയ കളത്തിൽ. PC ജോർജും കേരള ജനപക്ഷവും BJP-യിലേക്ക് അംഗത്വം സ്വീകരിച്ച് BJP-ക്കൊപ്പം ചേരുമെന്ന് PC ജോർജ് പറഞ്ഞു. വിവരം BJP നേതാക്കളെ അറിയിച്ചുവെന്നും ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഇനി BJP ആണെന്നും PC പറയുന്നു. PC ജോർജിന്റെ BJP പ്രവേശനത്തിൽ ചർച്ചകൾ നടക്കുകയാണ് എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായക രാഷ്ട്രീയ നീക്കത്തിനാണ് PC ജോർജും ജനപക്ഷവും തയ്യാറെടുക്കുന്നത്. ഘടകകക്ഷിയായി NDAയിൽ ചേരാനുള്ള നീക്കം നടത്തിയെങ്കിലും ഇത് വിജയിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് അംഗത്വമെടുത്ത് BJP-യിൽ ചേരാൻ PC ജോർജും കൂട്ടരും തീരുമാനിച്ചത്. ഇതിന് ജനപക്ഷം സംസ്ഥാന സമിതിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും PC ജോർജ് പറയുന്നു. ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് BJP-യോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. BJP-യുടെ പോവുക എന്ന് പറയുമ്പം BJP-യിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായത്. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് PC-യുടെ നീക്കമെന്നാണ് സൂചന. ലോക്സഭയിൽ മത്സരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ BJP തീരുമാനിക്കും. സീറ്റിന്റെ കാര്യമൊന്നും ഞങ്ങൾ സീറ്റൊന്നും പ്രശ്നം, നിങ്ങൾ BJP ചേരുക എന്ന അഭിപ്രായമാണ്. അങ്ങനെ BJP ചേരുക എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റിന്റെ കാര്യത്തിനെ പറ്റി BJP അല്ല നിശ്ചയിക്കും, നമ്മളല്ല. അതേസമയം PC ജോർജ് BJP-യിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. PC ജോർജിന്റെ BJP പ്രവേശനം അവരുടെ പാർട്ടിയുടെ കാര്യമാണെന്ന് K മുരളീധരനും പ്രതികരിച്ചു. ക്രൈസ്തവ സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും PC ജോർജ് പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് PC ജോർജ് BJP-ക്കൊപ്പം ചേർന്നേക്കാം. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. ഇപ്പോൾ PC ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കണം, അദ്ദേഹത്തിന്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പിന് മുമ്പെന്ന് പറയുന്ന അർത്ഥമില്ല, എത്ര നാളായി, ഒരു 2 മാസമായിട്ട് ഇത് ചർച്ചയിലുണ്ടല്ലോ, അതാണ്. പിന്നെ ഇപ്പോഴാണ് ദേശീയ നേതൃത്വം നമ്മളെ ഒരു വിളിച്ചെന്നുള്ളൂ. അല്ല, അത് ചോദിച്ചാൽ ചോദിക്കട്ടെ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താ? കേരളത്തിൽ LDF-ഉം UDF ഒരു തട്ടിൽ തന്നെ ജീവിക്കുന്നത്. ഒരു തട്ട് LDF-ഉം UDF-ഉം കണക്കല്ലേ. അവിടെ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദാര്യം വേണ്ട നിലയായിട്ടുണ്ട്. ഒരു കൊള്ളക്കാരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. ആ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം എന്തു ചെയ്യും? ആ കൊള്ളക്കാരൻ്റെ B ടീമായിട്ട് നമ്മുടെ VD സതീശനും, ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ വലിയ കുഴപ്പമാണ്, അത് സമ്മതിക്കാൻ പറ്റില്ല. ഇപ്പം അവിടെ കേരളത്തിൽ ആകെ ഒരു പ്രതിപക്ഷമേ ഉള്ളൂ, ഒറ്റയാളേ ഉള്ളൂ, നമ്മളെന്നെ അങ്ങേരുടെ പേര് നമ്മുടെ ഗവർണർ, അങ്ങേരെ ഉള്ളൂ പ്രതിപക്ഷം. എന്ത് ഊളത്തോടാവന്, എനിക്ക് മലയാളിയല്ലേ മോനെ, അതിന് ഊളന്മാർ പറയുന്നത് വിശ്വസിക്കാവൂ. അതായത് 4 ലക്ഷം കോടി രൂപ സർക്കാരിന്റെ ഗ്യാരണ്ടിയിലല്ലേ പൈസ കിട്ടിയത്? ഈ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കാതെ 1 രൂപ വാങ്ങാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം സർക്കാരിന്റെയും ജനങ്ങളുടെയും ബാധ്യതയായി വന്നില്ലേ? ദയവീത് ഞാനൊന്ന് അവസാനിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ അങ്ങയുടെ ഡെപ്റ്റിന്റെ റേഷ്യോ പറഞ്ഞല്ലോ, നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളുടെ റേഷ്യോ അങ്ങ് അറിയുന്നത് നല്ലതാണ്. നമ്മളെക്കാളും താഴെ നിൽക്കുന്ന, നമ്മളെക്കാളും താഴെ നിന്ന് നമ്മൾ സ്വയം അഹങ്കരിച്ച് പറയുന്ന, അതായത് ആന്ധ്രാപ്രദേശിന്റെ 32.8 ആണ്, തമിഴ്നാടിന്റെ 27.7 ആണ്, കർണാടകയുടെ 27.5 ആണ്, തെലുങ്കാനയുടെ 25.3 ആണ്. അവരവിടെ നിൽക്കുമ്പോഴാണ് സാർ നമ്മൾ 39.1-ൽ നിന്നിട്ട് ഇനിയും കടമെടുക്കാൻ ഞങ്ങൾക്ക് അനുമതി തരണമെന്ന് പറയുന്നത്. എന്നിട്ട് കേന്ദ്ര സർക്കാരിന് നിങ്ങൾ നാക്കിനാൽ കുറ്റം പറയാൻ പറയില്ല. പക്ഷേ ഈ സർക്കാർ പിരിച്ചെടുക്കാനുള്ള പൈസ എത്രയുണ്ടെന്ന് അങ്ങ് ഈ സർക്കാരിനോ ഈ ഇവിടുത്തെ ഈ നിയമസഭയോടോ ജനങ്ങളോടോ ഒന്ന് പറയാൻ തയ്യാറാവണ്ടേ? ഇനി കേന്ദ്ര സർക്കാരിന്റെ പോട്ടെ, ഈ സർക്കാർ പിരിച്ചെടുക്കാനുള്ള പൈസ 28,258 കോടി രൂപയുണ്ട്. അത് നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി തീരുമാനിക്കണം. ഐ ആം ഹെൽപ്ലെസ്. സോറി, യു ക്യാൻ കൺക്ലൂഡ്. യെസ്, യു ക്യാൻ സ്റ്റാർട്ട്. സർ,
ശ്രീ മാത്യു കുഴൽനാടൻ. ശ്രീ ഇ ടി ടൈസൺ മാസ്റ്റർ 10 മിനിറ്റ്. മൂവാറ്റുപുഴ അംഗം വക്കീല് പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെടുമെന്നാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാം. ഇവിടെ ഇല്ലാത്ത ചില കക്ഷികളുടെ നല്ല പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ സഭയിൽ അദ്ദേഹം കാണിക്കുന്നത്. ആ വക്കാലത്ത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ രൂക്ഷമായ വാദപ്രതിവാദങ്ങളുമായി തുടരുകയാണ് സഭയിലെ അടിയന്തര പ്രമേയ ചർച്ച. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ഒരുങ്ങി BJP. ആറ്റിങ്ങൽ, തൃശൂർ മണ്ഡലങ്ങൾ ആദ്യ പട്ടികയിൽ ഉണ്ടെന്നാണ് വിവരം. ജയസാധ്യതയുണ്ടെന്ന് BJP കരുതുന്ന മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട പട്ടികയാകും പ്രഖ്യാപിക്കുക. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇതിലൂടെ മേൽക്കൈ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങലിൽ ഇതിനോടകം പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. BJP കേരളത്തിലെ A+ മണ്ഡലമെന്ന് കരുതുന്ന തൃശൂരിൽ സുരേഷ് ഗോപി കളത്തിലിറങ്ങും. വലിയ പ്രതീക്ഷയുള്ള തൃശൂരിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഗുണം ചെയ്യുമെന്നാണ് BJP കണക്കുകൂട്ടൽ. തിരുവനന്തപുരം, മാവേലിക്കര, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കാസർഗോഡ് മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി ത്രികോണ പോരാട്ടത്തിനും BJP തന്ത്രം മെനയുന്നുണ്ട്. അതേസമയം വയനാട് സീറ്റ് BDJS-ൽ നിന്നും BJP ഏറ്റെടുത്തേക്കുമെന്ന് കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചു. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വൈകാതെ തന്നെ പൂർത്തിയാവും. NDAയിൽ ആലോചന നടക്കുന്നത് വയനാട് സീറ്റ് BJP ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രചാരണത്തിന് കഴിഞ്ഞയാഴ്ച തന്നെ BJP തുടക്കമിട്ടിരുന്നു. ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രധാനമന്ത്രിയുടെ വെർച്വൽ സാന്നിധ്യത്തിൽ പ്രചാരണ വീഡിയോയും പുറത്തുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത യുവ വോട്ടർമാരുടെ പരിപാടിയിലായിരുന്നു പ്രചാരണത്തിന്റെ ആദ്യപടിയെന്ന നിലയിൽ പ്രചാരണ വീഡിയോ BJP പുറത്തിറക്കിയത്. 24 കൊച്ചി. ഖനന അഴിമതി കേസിൽ ഒളിവിലുള്ള ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യാൻ ED നീക്കം. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിൽ ED നിയമോപദേശം തേടി. വിമാനത്താവളങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. സോറന്റെ ആഡംബര കാറുകളും പിടിച്ചെടുത്തു. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെയാണ് ചോദ്യം ചെയ്യലെന്ന് കാണിച്ച് ഹേമന്ത് സോറൻ EDക്ക് കത്തയക്കുകയും ചെയ്തു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ കാണാനില്ലെന്ന നിലപാടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെയും റാഞ്ചിയിലെയും വസതികളിൽ ED ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് EDയുടെ അടുത്ത നീക്കം. ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടി. ഹേമന്ത് സോറൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ED കോടതിയെ അറിയിക്കും. അതേസമയം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഹാജരാകുമെന്ന് കാണിച്ച് EDക്ക് സോറൻ കത്തയച്ചു. മുഖ്യമന്ത്രി സുരക്ഷിതനാണെന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാക്കൾ അറിയിച്ചു. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെയുള്ള EDയുടെ സമൻസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ച ജനറൽ സെക്രട്ടറി സുപ്രിയോ ഭട്ടാചാര്യ കുറ്റപ്പെടുത്തി. ഇതിനിടെ നാളെ പാർട്ടിയുടെ നിർണായക സമ്മേളനം ചേരും. കേസിൽ ഇതുവരെ 14 പേരെയാണ് ED അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് 24. അസനാസ് എന്നൊരു പ്രേക്ഷക തുടക്കത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, TN ഗോപകുമാറിന്റെ ശബ്ദം പോലെയാണ് എൻ്റെ ശബ്ദം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഉറപ്പായും പരിചയമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമപ്രവർത്തന കാലത്തിൻ്റെ ന്യൂസ് എഡിറ്ററായിരുന്നു ഗോപകുമാർ സാർ. ഈ പറയും പോലെ എന്താണ് വേദനിക്കുന്നതിൻ്റെ ഒപ്പം വീണ് കിടക്കുന്നതിൻ്റെ ഒപ്പം നിൽക്കാനാണ് മാധ്യമപ്രവർത്തനം എന്ന് കൃത്യമായി തന്നെ പഠിപ്പിച്ച ഗുരുതുല്യനായ വ്യക്തിയാണ് TNG. 8 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. TN ഗോപകുമാർ. ഞങ്ങൾ ഗോപകുമാർ സാർ വിടവാങ്ങിയിട്ട് 8 വർഷം പിൻവാങ്ങുകയാണ്. ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയുമാണ്. ഗുരുതുല്യന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ആളാണ് TNG. പുറമ്പോക്ക് കയ്യേറ് നിർമ്മിച്ച് ഇടുക്കി ശാന്തൻപാറ CPIM പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് മതിൽ പൊളിച്ചത്. അരനൂറ്റാണ്ടുകാലമായി ഞങ്ങളുടെ ഇരിക്കുന്ന പാർട്ടി ഓഫീസ് പുതിയതായി ഒരു നിർമ്മിതി എന്ന് കൊണ്ടുവരുന്നത് അത് രാഷ്ട്രീയ ആക്രമണമാണ്. അതിന് നിയമപരമായ നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പോപ്പറച്ചാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തു. കോടതിയുടെ സംബന്ധിച്ച് നിൽക്കുന്നൊരു കേസായതുകൊണ്ട് കോടതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയട്ടെ. ശാന്തൻപാറ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിൽ കയ്യേറ്റമില്ലെന്നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറിയുടെ വാദം. എന്നാൽ റോഡ് കയ്യേറി മതിൽ നിർമ്മിച്ചെന്ന കലക്ടറുടെ റിപ്പോർട്ടിന് പിന്നാലെ മതിൽ അപ്രതീക്ഷിതമായി. വിവാദങ്ങൾ ഒഴിവാക്കാൻ പാർട്ടി തന്നെയാണ് മതിൽ പൊളിച്ചത്. താലൂക്ക് സർവേയർ നേരിട്ടെത്തി അടയാളപ്പെടുത്തി പൊളിക്കേണ്ട ഭാഗം അടയാളപ്പെടുത്തി നൽകി. കയ്യേറ്റം, ഭൂപതിവ് നിയമലംഘനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് കലക്ടർ NOC നിഷേധിച്ചത്. മതിൽ പൊളിച്ചതോടെ NOCക്കായി വീണ്ടും കോടതിയെ സമീപിക്കാനാണ് CPIM നീക്കം. 24 ഇടുക്കി. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ മാത്യു കുഴൽനാടൻ MLA വെല്ലുവിളിച്ച് CPIM. ധാർമ്മികതയുണ്ടെങ്കിൽ ഭൂമി തിരിച്ചു നൽകണമെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഭൂമി ഭവനരഹിതർക്ക് വിതരണം ചെയ്യണമെന്നും ഇടുക്കി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. മാത്യു കുഴൽനാടനെതിരെയുള്ള ഭൂമി കയ്യേറ്റ കേസ് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. സർക്കാർ ഭൂമിയിൽ അറിയാതെ മതിൽ കെട്ടിയെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്.
നിയമജ്ഞനായ മാത്യു കുഴൽനാടൻ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയല്ലെന്നും പരിഹാസം. കുഴൽനാടൻ്റെ കാര്യം കുഴൽനാടൻ അധികൃതമായി ഭൂമി കൈയേറിയതാണല്ലോ. മാത്യു കുഴൽനാടൻ നിയമജ്ഞനോടെയല്ലേ. അപ്പം നിയമജ്ഞനോടാകുമ്പോൾ അദ്ദേഹം നിയമപരമായി കാര്യം ചെയ്യണമല്ലോ. ചുമ്മാ എതിരേരി ഞാൻ മതിൽ കെട്ടി കാണാം. വലിയ മതിൽ കെട്ടി സർക്കാർ ഭൂമി കെട്ടിത്തിരിച്ചതിന് ശേഷം എന്തിനായോ പറയണേ? ഒരു ന്യായമില്ല. ആധാരത്തിലുള്ളതിനേക്കാൾ 50 സെന്റ് അധിക സർക്കാർ ഭൂമി മതിലുകെട്ടി കയ്യേറിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് റവന്യൂ വകുപ്പ്. 8 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാനാണ് മാത്യു കുഴൽനാടന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 24 ഇടുക്കി. ലതാ ശ്രീധരൻ പറയുന്നു, ആഷ്മി, ഇന്നത്തെ വിധി വടിയും വാളും എടുത്ത് നേതാക്കന്മാരുടെ വാക്കും കേട്ട് ആളുകളെ കൊല്ലാൻ നടക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാവട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്, എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും എന്ത് ആശയത്തിൻ്റെ പേരിലാണെങ്കിലും സംവാദങ്ങൾക്കും രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കും അപ്പുറം ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് ആര് ചെയ്താലും അസംബന്ധമാണ്, അത് അധമമാണ്. അത് ഇനി ഒരു കൊലപാതകം പോലും അതിൻ്റെ പേരിൽ ഉണ്ടായിക്കൂടാ എന്നത് ഉറച്ച നിലപാട് തന്നെയാണ്, ഒരു സംശയ കാര്യത്തിലില്ല. പാക് മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി സ്ഥാപകനുമായ ഇമ്രാൻഖാന് 10 വർഷം തടവ്. രാജ്യത്തിൻ്റെ ഔദ്യോഗിക രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തിയ കേസിലാണ് നടപടി. മുൻ വിദേശകാര്യമന്ത്രി മെഹ്മൂദ് ഖുറൈഷിക്കും 10 വർഷം തടവ് ശിക്ഷ കിട്ടും. വിവരങ്ങളുമായി മെറിൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മെറിൻ, ഫെബ്രുവരി 8 പാകിസ്ഥാനിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇമ്രാൻഖാൻ അടക്കം ശക്തമായ സാന്നിധ്യമായേക്കും എന്നുള്ള സൂചനകളുണ്ട്. കടുത്ത തിരിച്ചടിയാണ് ഇമ്രാൻ. ഹാഷ്മി, പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഇമ്രാൻഖാന് തന്നെ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഫെബ്രുവരി 8 പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുൻ പാക് പ്രധാനമന്ത്രിയും തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി സ്ഥാപകനുമായിട്ടുള്ള ഇമ്രാൻഖാൻ ഇപ്പോൾ തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. 10 വർഷമാണ് തടവ്. ഇത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക രഹസ്യരേഖകൾ പരസ്യപ്പെടുത്തിയ സൈഫർ കേസിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. പാക് കോടതിയുടെയാണ് ഉത്തരവ്. മാത്രമല്ല, മുൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഖുറേഷിക്കും 10 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കും. കോടതിയിൽ ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. അഴിമതി കേസിൽ ഇപ്പോൾ ഇമ്രാൻഖാൻ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തന്നെയാണ് ഇത്തരത്തിൽ കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. 2022 ഏപ്രിലാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇമ്രാൻഖാനെ പുറത്താക്കുന്നത്. നിലവിൽ എന്തായാലും പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് കനത്ത തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഹാഷ്മി, മെറിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അറസ്റ്റ് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ വേട്ടയാണ് എന്നൊക്കെ ആരോപണമുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ തുടർച്ചയിൽ 10 വർഷം തടവ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടക്കുന്ന ഒരുപക്ഷേ ഇമ്രാൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കിയേക്കാവുന്ന ഒരു വിധി എന്ന് കൃത്യമായി തന്നെ പറയാം. ഇതാ ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, അത് മറന്നു, അത് കാണുന്നില്ല. ഇർഷാദ് ബുൽബോട്ട, ഞാൻ വായിക്കാൻ ഉദ്ദേശിച്ച കമൻ്റ് അതല്ല. ഇർഷാദ് ബുൽബോട്ട പറയുകയാണ് PC കേരളത്തിൻ്റെ നിതീഷ് കുമാറാണെന്ന് പറയുന്നത്. കോംപ്ലിമെൻ്റ് ആണോ കളിയാക്കിയാണോ എന്നറിയില്ല. എന്തായാലും PC LDF-നൊപ്പം ഉണ്ടായിരുന്നു, UDF-നൊപ്പം ഉണ്ടായിരുന്നു. LDF-നും UDF-നും ഒപ്പം അല്ലാതിരുന്ന് അവിടെ നിന്ന് ജയിച്ച ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ UDF-ലേക്കും LDF-ലേക്കും കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. BJP-യിൽ NDA-യുടെ ഘടകകക്ഷിയെ പോലല്ല, BJP-യിലേക്ക് തന്നെ പോവുകയാണ്. കോർട്ട് നോട്ടീസിനായി ED നടപടികൾ തുടങ്ങിയതിന് പിന്നാലെ സോറൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സോറിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം, ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം എന്നുള്ള വിവരം വരുന്നു. യോഗം വിളിക്കുന്നുണ്ട് ഹേമന്ത് സോറൻ. മന്ത്രിമാരുടെയും MLA-മാരുടെയും യോഗം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വിളിക്കുകയാണ്. 3 മണിക്ക് റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിലാണ് യോഗം. രാഷ്ട്രീയ വേട്ട എന്നാരോപിക്കുന്നൊരു സ്വാഭാവികമായും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ്. അറസ്റ്റ് ഉണ്ടാവുമോ, ഏത് രീതിയിലാകും അവിടെ ഹേമന്ത് സോറിൻ്റെ പാർട്ടിയുടെ പ്രതികരണം എന്നൊക്കെ കാത്തിരുന്ന് അത് ജാർഖണ്ഡിൽ നിന്ന് വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റാണ്. നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ചോദ്യം പിൻവലിച്ച് CPIM MLA H. സലാമിൻ്റെ നടപടി വിവാദത്തിൽ സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ച ചോദ്യമാണ് MLAയ്ക്ക് തന്നെ കുരുക്കായത്. നന്ദിപ്രമേയ ചർച്ചയുടെ 2ാം ദിനമായി ഇന്നും ഗവർണർക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു. സഹകരണ വകുപ്പ് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ സംഘങ്ങളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ചായിരുന്നു H. സലാമിന്റെ ചോദ്യം. ഭരണകക്ഷി MLA ചോദ്യം പിൻവലിച്ചത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ആക്ഷേപം. അതേസമയം വയനാട് കടുവാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. അക്രമകാരികളായ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചെന്നും ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി. വയനാട് ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 പേരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 2 പേർക്കും പൂർണ്ണമായ നഷ്ടപരിഹാരം നടത്തിയിട്ടുണ്ട്. ഹജ്ജ് വിമാനയാത്രാ കൂലി വർധനവിൽ വ്യോമയാന മന്ത്രിക്കും ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയെന്ന് മന്ത്രി V. അബ്ദുറഹ്മാനും വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഏകീകൃത ചാർജാണ് ഈടാക്കേണ്ടത്.
ന്യായരഹിതവും തീർത്ഥാടകർക്ക് സാമ്പത്തികമായി താങ്ങാൻ കഴിയാത്തതുമായ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ, അതോടൊപ്പം തന്നെ ഈ ചാർജ് കുറയ്ക്കുവാൻ ആവശ്യമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്കും ഇതിനോടകം തന്നെ കത്തുകളും ഇമെയിൽ സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. നന്ദി പ്രമേയ ചർച്ചയുടെ രണ്ടാം ദിവസമായ ഇന്നും ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സഭയിൽ ഉയർന്നത്. ഗവർണർക്കൊപ്പം നിൽക്കുന്നവർ കേരളത്തിന്റെ ദുരന്തമാണെന്ന മുൻമന്ത്രി എ സി മൊയ്തീനും ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ നാണയത്തിന്റെ വശങ്ങളാണെന്ന എം വിൻസെന്റ് എംഎൽഎയും പറഞ്ഞു. 24 തിരുവനന്തപുരം. പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്ന സഭയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു എന്തെല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. വന്ന് സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്ത ഇന്നലെ ആരോ എന്നോട് പറഞ്ഞു, പോലീസിന് തന്നെ അത്യാവശ്യമായി പോകണമെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ പൈസയുടെ കുറവുണ്ട് എന്ന് പറയുന്നു. പെട്രോൾ അടിക്കാൻ കഴിയുന്നില്ല സർ. അങ്ങനെ പോലീസിങ് വരെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നിന്നുപോകുന്ന ഒരു സ്ഥിതി വന്നാൽ എന്താവും കഥ? അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വളരെ ഗുരുതരമാണ്. വളരെ ഗുരുതരം ആയ സ്ഥിതി ഇപ്പോൾ ബാധിച്ചു തുടങ്ങി. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്ര എണ്ണം തുറന്നു, ഇത്ര എണ്ണം അടച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പണ്ടേ കിട്ടുന്നില്ല. പണ്ട് കിട്ടാത്ത ഒരുപാട് എത്ര സ്ഥാപനങ്ങളാണ് അടഞ്ഞു കിടക്കുന്നത്. ശമ്പളമില്ല, ബാക്കിയുള്ളതില്ല, ഒക്കെ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ വിമർശനം എന്ന് പറയുന്നത് ഈ സ്ഥിതിയെ വേണ്ടത്ര ഒരു ഗൗരവത്തിൽ ഗവൺമെൻറ് എടുത്തിട്ടുണ്ടോയെന്നാണ്. ഉണ്ടെങ്കിൽ ചെലവുചുരുക്കൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇന്നത് അധിക ചിലവുണ്ട്, പിന്നെ ദൂർത്താണ്, മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ എക്കണോമിക് മെഷേഴ്സ് എവിടെ? ഒരു ചെലവ് ചുരുക്കൽ നടപടി എവിടെ? പിന്നെ കേന്ദ്രത്തിൽ സർ ഇപ്പോൾ കൊടുക്കേണ്ട കേരളത്തിൻ്റെ ഒരു മെസ്സേജ് എന്താ? കേരളത്തിൽ ഈ GST സിസ്റ്റം വന്നപ്പോൾ എനിക്ക് വലിയ അതിശയം തോന്നി. ഇന്ന് രാവിലെ പിന്നെ ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ, സിസ്റ്റം ഇപ്പോഴും ശരിയായിട്ടില്ല എന്നാണ് പറയുന്നത്. 5 കൊല്ലം കഴിഞ്ഞു. 5 കൊല്ലമല്ലേ, 7 കൊല്ലമായി അല്ലേ GST പോന്ന്? അതെ, 7 കൊല്ലം. ഇപ്പോഴും IGST സംബന്ധിച്ച് ഇന്ന് പറഞ്ഞ അതനുസരിച്ച് ടാക്സ് നമുക്ക് കിട്ടുന്നില്ല എന്ന്, മര്യാദക്ക് കിട്ടുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് ധനകാര്യമന്ത്രി ശ്രമിച്ചത്. കിട്ടണ്ടേ? എന്ത് പോക്കാ പോണത്? നേരത്തെ ആണെങ്കിൽ ചെക്ക് പോസ്റ്റിൽ പിടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ടാക്സ് ചുമത്താൻ നമുക്ക് അധികാരം ഉണ്ടായിരുന്നു. ടാക്സ് നോട്ടീസ് കൊടുക്കാം, കേസ് നടത്താം, എന്നിട്ട് അത് പിടിച്ചെടുക്കാം, അത് ഫൈനലാക്കാം. GST സമ്പ്രദായം അനുസരിച്ച് ഇതൊന്നും പറ്റൂല. ഒരു certain പെർസെൻറ്റേജ് അടച്ച് അവർ ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ മാതിരി അപ്പീൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം മാറി. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സെയിൽ ടാക്സ് ഓഫീസർമാരുടെ ഒരു പട തന്നെ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. അവർക്കിപ്പോഴും ഈ സിസ്റ്റം മനസ്സിലായിട്ടില്ല. നമുക്ക് തന്നെ മനസ്സിലായില്ല. ധനകാര്യമന്ത്രി ഇന്ന് രാവിലെ സംബന്ധിച്ചത് അതാണ്. നമുക്ക് തന്നെ ഈ സിസ്റ്റം നേരാവണ്ണം ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണിത് സർ. നമുക്ക് ടാക്സ് കെട്ടാനുള്ള അധികാരം പോയി. പൈസ നേരത്തെ ധനകാര്യമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഒക്കെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പണമില്ല എന്നുണ്ടെങ്കിൽ ടാക്സ് കെട്ടി പണം ഉണ്ടാക്കി, പണം കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇപ്പോൾ അധികാരമില്ല, സിസ്റ്റം മാറി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനല്ല, സിസ്റ്റത്തിൽ ചോർച്ച ഉണ്ടാക്കാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയും. അപ്പോൾ അതിനെ മാത്രം ആശ്രയിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം മാറി. വലിയ ചിലവുള്ള സെയിൽ ടാക്സിൻ്റെ പട മുഴുവൻ അവിടെ ഇരിക്കുന്നു. പക്ഷേ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, ഫണ്ട് കിട്ടുന്നില്ല, IGST കിട്ടുന്നില്ല, ഇതിൻ്റെ ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചിലവുകൾ സർ, ഞാൻ പിന്നെ മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ പിന്നെ യാതൊരു ദയയില്ലാത്ത വിമർശനമെന്ന് കരുതരുത്. പക്ഷേ എത്രയാ കോൺട്രാക്റ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചെങ്ങാണ്ടുമാണോ? അവിടെയും ഇവിടെയും കുറച്ച് ആളുകളൊക്കെ വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എത്രയാ കോൺട്രാക്റ്റ് അപ്പോയിൻമെൻറ്റ്? ഈ കോൺട്രാക്റ്റ് അപ്പോയിൻമെൻറ്റിൻ്റെ ചിലവ്. അതുപോലെ തന്നെ സർ, ഈ ബോർഡുകൾ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഓരോ സ്ഥാനത്ത് ഇരുത്താൻ വേണ്ടി എത്ര ബോർഡുകളാണ്. അവരൊക്കെ അതിൻ്റെ ചെയർമാന്മാരും ബാക്കിയുള്ളവരും അതിൻ്റെ പാരാഫെർനേലിയ പിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പൈസ. അതുകൊണ്ട് എന്ത് കാര്യം?
സംസ്ഥാന ധനപ്രതിസന്ധിയുടെ കാരണം എന്താണ് എന്നതിന്റെ പല വശങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണ് സഭയിൽ. ക്രിയാത്മകമായ ചർച്ചയാണ് എന്ന് തന്നെ ഉറപ്പായും പറയാം. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ അതിൽ സംസാരിക്കുകയാണ്. തിരികെത്താം. കരാർ നിയമനങ്ങൾ വെറുതെ നടത്തുന്നു, എല്ലാവരെയും ഓരോ സ്ഥാനത്തിരുത്താൻ ബോർഡുകൾ രൂപീകരിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. സംസ്ഥാനത്തിൻ്റെ ധൂർത്തിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്ത് മാന്യകാലമാണ് എന്നൊരു മെസ്സേജ് കൊടുക്കാത്തതിനെ പറ്റി പറയുന്നു. അതേസമയം തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഭരണപക്ഷവും കൃത്യമായി തന്നെ കണക്കുകൾ സഹിതം പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടാൻ നേരായ രീതിയിലൊരു ശ്രമം നടക്കണം എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സഭയിൽ പറയുന്നുണ്ട്. കേന്ദ്രത്തിനെതിരായ സമരത്തിന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നോക്കാമായിരുന്നു, ഇപ്പോഴാണ് പ്രതിഷേധത്തിന് വിളിക്കേണ്ടത് എന്നൊക്കെ കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നു. അപ്പോൾ ചർച്ച അവിടെ തുടരുകയാണ്, നമ്മളതിലേക്ക് എത്തും. അതിനുമുമ്പ് ഖനനാനുമതി കേസിൽ ഒളിവിൽ പോയെന്ന് കാണിച്ച് ഇ ഡി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനിരിക്കെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ റാഞ്ചിയിലെ അവസ്ഥയിൽ നീണ്ട 30 മണിക്കൂറായി ഹേമന്ത് സോറനെ കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. രാധാകൃഷ്ണൻ വിവരങ്ങൾ വച്ചിരുന്നു. ആർക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സോറൻ? വലിയ നാടകീയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണോ ജാർഖണ്ഡ്? തീർച്ചയായിട്ടും ആണ് ഹാഷ്മി. സോറൻ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. വസതിയിൽ നിന്ന് പണം പിടിച്ചെടുത്തതിന് പിന്നാലെ ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള ചില നടപടികൾ കൂടി സോറന് അലോസരം സൃഷ്ടിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനായിട്ടുള്ള നീക്കം, അത് ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സോറനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. ഗവർണർക്ക് വേണമെങ്കിൽ അത് നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് കാരണമാവുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സോറൻ വസതിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോറൻ റാഞ്ചിയിൽ എല്ലാ MLA മാരോടും അവിടെ തന്നെ ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നാടകീയമായിട്ടുള്ള ചില നീക്കങ്ങൾക്ക് അടുത്ത മണിക്കൂറുകളിൽ റാഞ്ചി സാക്ഷിയാകും എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഭാര്യയെ മുൻപ് നടത്തിയതാണ് ഒരു തവണ ഈ നീക്കം. ഭാര്യയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി കൊണ്ട് സോറൻ പിന്മാറാനായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസും RJD യുമാണ് അവിടെ MLA മാരുള്ളത്. RJD ക്ക് ഒരു MLA ഉണ്ട്. അവർ കഴിഞ്ഞ തവണ ഈ നീക്കത്തെ എതിർത്തിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികൾ കൂടി നിർബന്ധിതരാവുകയാണ് സോറൻ മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ പുതിയൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇ ഡി ആകട്ടെ ഈ സോറനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഈ പണം കൂടി പിടിച്ചെടുത്തതോടുകൂടി നടപടികൾ പൂർണ്ണമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയാണ്. ഈ സോറനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി അറസ്റ്റുകൾ ഇതിനകം തന്നെ നടന്നിട്ടുണ്ട്. സോറൻ കൂടി അറസ്റ്റിലാകുന്നതോടുകൂടി അദ്ദേഹത്തെ ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യുക എന്ന രീതിയിലായിരിക്കും വിളിച്ച് വരുത്തുന്നത്. അതിന് അനുബന്ധമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനനുസൃതമായിട്ടാണ് ഇ ഡി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം അപ്രത്യക്ഷനാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച്. ഓക്കെ, രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അവിടെ നാടകീയ നീക്കങ്ങൾ അറസ്റ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്താണ് അത്യാവശ്യം വലിയ രാഷ്ട്രീയ ഡെവലപ്മെന്റ് തന്നെയാണ്. കാത്തിരുന്ന് കാണാം അറസ്റ്റൊക്കെ ഉണ്ടാകുമോ, എന്താണ് അതിൻ്റെ തുടർചലനങ്ങൾ എന്നുള്ള കാര്യം. പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നെയും സഭയിൽ പറയുകയാണ്, പുണ്യാളൻ കാത്തോളം എന്ന് പറഞ്ഞിരിക്കരുത്. പുണ്യാളൻ കാത്തോളം എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നിനും പണം കാണില്ല. കേരളത്തിന് കിട്ടാൻ നേരായ രീതിയിൽ ശ്രമം നടക്കണം, എങ്ങനെയെങ്കിലും ഊരിയെടുക്കണം ഇതിൽ നിന്ന് സർക്കാർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സഭയിൽ സംസാരിക്കുകയുമാണ്. തിരുവനന്തപുരത്ത് മത്സരം UDFും BJPയും തമ്മിലെന്ന് കെ മുരളീധരൻ. എന്നാൽ മണ്ഡലത്തിൽ BJP ശക്തമല്ല. കേരളത്തിൽ എവിടെയും ത്രികോണ മത്സരം ഇല്ലെന്നും ഇ ഡിയെ പേടിച്ച് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ CPMന് പേടിയാണെന്നും കെ മുരളീധരൻ MP പറഞ്ഞു. സംശയം എന്താ? ഇന്നലത്തെ അവരുടെ സമ്മേളനത്തിൽ പറഞ്ഞെന്താ? കേരളത്തിൽ പലയിടത്തും ത്രികോണ മത്സരം നടക്കുന്നു. ഇല്ലാത്ത കരുത്ത് BJPക്ക് ഉണ്ടാക്കി കൊടുക്കുക, അതാണ് കാണുന്നത്. ഇവിടെ ഒരു ത്രികോണവും ഇല്ല. തിരുവനന്തപുരത്ത് മാത്രം മത്സരം UDF BJP ആയിട്ടാണ്. മറ്റെല്ലായിടത്തും ഞങ്ങൾ LDF ആയിട്ടാണ് മത്സരം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെതിരായിട്ടാണോ മത്സരിക്കുന്നത് അവർക്കാണ് ഇപ്പോൾ സംശയം ത്രികോണമാണോ എന്ന്. ഞങ്ങൾക്ക് അതിൻ്റെ സംശയമൊന്നുമില്ല. കേരളത്തിലെ 19 സീറ്റുകളിലും UDF LDF മത്സരമാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ടേമിലായിട്ട് മത്സരം UDF BJP ആയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ശക്തമായുള്ള സാന്നിധ്യം BJPക്ക് ഇല്ല. പ്രധാനമന്ത്രി വരുമ്പോൾ എല്ലാവർക്കും ഡാറ്റ കാണിക്കും, തിരിച്ചും ജനങ്ങൾ ഡാറ്റ കാണിക്കും. ഡാറ്റ മോഡിക്കും, വോട്ട് UDFന് വയ്ക്കും. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സഭയിൽ സംസാരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ നയങ്ങൾക്ക് പ്രതിപക്ഷം സ്തുതി പാടുന്നു. ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന സമീപനമാണ് UDFന്. ഇത്തരം നയങ്ങൾക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് UDF തയ്യാറാകണം തുടങ്ങിയ രാഷ്ട്രീയ പ്രതികരണങ്ങളടക്കം സഭയിൽ ഉണ്ടാവുന്നുണ്ട്. UDFൽ അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്ന് CMP. കൊച്ചിയിൽ നടക്കുന്ന 11ാം പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ടിലാണ് പരാമർശം. CPIM കേന്ദ്രങ്ങളിൽ മത്സരിച്ചിട്ട് പോലും അവഗണന നേരിടുകയാണ്. തെരഞ്ഞെടുപ്പുകളിൽ മതിയായ പ്രാധാന്യം UDF നൽകാറില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ട്. 3 ദിവസമായി കൊച്ചിയിൽ നടക്കുന്ന CMP പാർട്ടി കോൺഗ്രസ് ഇന്ന് സമാപിക്കും. കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹിയിലെ പ്രതിഷേധം സർക്കാർ സമ്മേളനമാക്കി മാറ്റിയെന്ന് EDയെ പേടിച്ചെന്ന് രമേശ് ചെന്നിത്തല. നിയമസഭയിലെ ചോദ്യോത്തരവേളയ്ക്ക് ഇടയിലാണ് പരാമർശം.
സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പോലെയാണ് സർക്കാർ. അനാവശ്യ ധൂർത്താണ് സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വേണ്ടത്ര ടാക്സ് പിരിച്ചെടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. നമ്മുടെ ധനകാര്യ ചെലവ്, അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. നിങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നിങ്ങളിപ്പോൾ സമ്മേളനമാക്കി മാറ്റിയിരിക്കുകയാണ്. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെയാണ് നിങ്ങളുടെ സ്ഥിതി. നിങ്ങളുടെ സാർ ED വന്നു എന്ന് കേട്ടപ്പോൾ നിങ്ങൾ സമ്മേളനമാക്കി മാറ്റി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. സാർ, ധനകാര്യ മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള പിഴവും അനാവശ്യ ധൂർത്തും കേരളത്തെ വൻതോതിലുള്ള കടക്കണിയിലേക്ക് ആക്കി എന്നുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഗണേശൻ പുത്തൻവീട് പറയുകയാണ്, രാഷ്ട്രീയ കൊലപാതകം എന്ന പ്രയോഗം തന്നെ ഒഴിവാക്കണം. എല്ലാ കൊലപാതകവും തന്നെയാണ്. പക്ഷേ ഈ ആശയത്തിൻ്റെ പേരിലൊക്കെ ഒരാളെ കൊല്ലാൻ വേണ്ടി കത്തിയെടുക്കുമ്പോൾ അതിന് മറ്റൊരു ടോൺ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. മറ്റൊരു ഒരു കൊലപാതകത്തിൻ്റെ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. ജനുവരി 30 രക്തസാക്ഷിത്വ ദിനം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ന് 76 വയസ്സ്. സത്യം, അഹിംസ, മതേതരത്വം എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച ഗാന്ധി സഹിഷ്ണുതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും എക്കാലത്തെയും വലിയ പ്രതീകമാണ്. 1948 ജനുവരി 30 വൈകിട്ട് 5:17 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയുണ്ടകൾ ഗാന്ധിജിയുടെ നെഞ്ചു തുളച്ചുകയറി. ഗാന്ധിജിയുടെ മരണം സ്ഥിരീകരിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു. നിരന്തര സത്യാന്വേഷണമായിരുന്നു ഗാന്ധിജിക്ക് ജീവിതം. രൂപം പോലെ തന്നെ ലളിതമായിരുന്നു ജീവിതവും. സഹിഷ്ണുതയായിരുന്നു ഗാന്ധിജി. വൈരുദ്ധ്യങ്ങളോട് നിരന്തരം സംവദിച്ച ഗാന്ധി ഒരാശയത്തോടും മുഖം തിരിച്ചു നിന്നില്ല. സത്യഗ്രഹം എന്ന ആയുധം കൊണ്ട് കൊളോണിയൽ ഭരണകൂടത്തെ അടിയറവ് പറയിച്ച ഏതു വെല്ലുവിളിയിലും അഹിംസയിൽ ഉറച്ചുനിന്ന ആ ഇച്ഛാശക്തി കണ്ട് ലോകം അമ്പരന്നു നിന്നു. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ലെന്നും അത് തോൽവിയാണെന്നും നിരന്തരം ഓർമ്മിപ്പിച്ചു. മതേതര മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് പ്രസക്തിയേറുന്ന കാലത്താണ് ഈ ഓർമ്മദിനം കടന്നുപോകുന്നത്. റിസർച്ച് ഡെസ്ക് 24. രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ച രാജ്യം. ഡൽഹിയിലെ മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലത്ത് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കം പുഷ്പാർച്ചന നടത്തി. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോകത്തെമ്പാടും ഗാന്ധിയുടെ രക്തസാക്ഷിത്വം അനുസ്മരിക്കുകയാണ്. ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് വർഷം എത്ര കഴിഞ്ഞാലും മരണമില്ല. 76ാം രക്തസാക്ഷിത്വ ദിനത്തിലും രാജ്യം രാഷ്ട്രപിതാവിന്റെ സ്മരണ പുതുക്കി. സർവമത പ്രാർത്ഥനയിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഭാഗമായി. രാജ്ഘട്ടിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പുഷ്പാർച്ചന നടത്തി. എല്ലാ സംസ്ഥാനങ്ങളിലും രക്തസാക്ഷിത്വ ദിനം സമുചിതം ആചരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ മഹാത്മാഗാന്ധി അനുസ്മരണം നടന്നു. 24 ഡൽഹി. രാമരാജ്യം വലിയ ചർച്ചയാകുന്ന കാലവും കൂടിയാണിത്. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട രാമരാജ്യം എന്തായിരുന്നു? ഗാന്ധിയുടെ മതവിശ്വാസം എങ്ങനെയായിരുന്നു? ഗാന്ധിയുടെ വാചകങ്ങളിലൂടെ തന്നെ ആ നിലപാട് വ്യക്തമാക്കുന്ന എക്സ്പ്ലെയിനറുമായി പ്രജിൻ സി കണ്ണൻ. ഹേ രാം വിളിച്ച് പിടഞ്ഞു വീണ മഹാത്മാവ് 76 വർഷം മുൻപ് ഇതേ ദിവസം ഡൽഹി ബിർള ഹൗസ്. സമയം വൈകിട്ട് 5:12. 15 മിനിറ്റിന് ശേഷം 5:27 ആ വിവരം സ്ഥിരീകരിച്ചു. ജീവിതകാലം മുഴുവൻ രാമരാജ്യത്തിന് വേണ്ടി വാദിച്ച ഒരാൾ അവസാനവും വിളിച്ചത് ഹേ റാം എന്നാണ്. എന്നാൽ നാഥുറാം വിനായക് ഗോഡ്സെയും നാരായൺ ആപ്തെയും ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് ഹിന്ദു വിരുദ്ധൻ എന്നാരോപിച്ചാണ്. എന്തായിരുന്നു ഗാന്ധിജിയുടെ രാമരാജ്യം? അതിന് ഗോഡ്സെ കണ്ട ഹിന്ദുത്വവുമായി എന്തായിരുന്നു വ്യത്യാസം?
ദ ഹിന്ദു ദിനപത്രത്തിൽ 1937 ജനുവരി 2 ഗാന്ധിജി എഴുതി, ധാർമ്മികതയിൽ ഊന്നിയ ജനായത്ത ഭരണം, അതാണ് എന്റെ രാമരാജ്യമെന്ന്. മതരാഷ്ട്ര പാർട്ടികളുടെ നേതാക്കൾ പോലും ഇതൊക്കെ ഇന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗാന്ധിജി 1000 തവണയെങ്കിലും വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് സ്വന്തം സങ്കല്പത്തിലെ രാമരാജ്യം എന്ന്. ഇതാ ആ വാക്കുകളിലേക്ക്, ഓരോ ഇന്ത്യക്കാരനും ഒരിക്കലും മറക്കരുതാത്ത ആ വചനങ്ങളിലേക്ക്. ഗാന്ധിജിയുടെ രാമരാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർക്കുന്നതാണ് ഈ വാചകങ്ങൾ. യങ് ഇന്ത്യയിൽ 1929 സെപ്റ്റംബർ 19 എഴുതിയത്, എന്റെ രാമരാജ്യത്ത് ഹിന്ദു ഭരണമല്ല, അതൊരു ദൈവിക ഭരണമാണ്, ദൈവരാജ്യമാണ്. എനിക്ക് രാമനും റഹീമും ഒന്നാണ്. ഞാൻ സത്യത്തിന്റെയും നന്മയുടെയും ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെയും അംഗീകരിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ ഗാന്ധിജിയുടെ രാമരാജ്യത്തിൽ എന്തൊക്കെ ഉണ്ടാകും? 1947 ഓഗസ്റ്റ് 3 ദ ഹിന്ദു ദിനപത്രം സ്വാതന്ത്ര്യത്തിന് ഏതാനും ദിവസം മുൻപാണ്. ഹിംസയുള്ള ഇടം രാമരാജ്യമാകില്ല എന്നാണ് ഗാന്ധിജി എഴുതിയത്. അഹിംസയിലൂടെ നിലവിൽ വരുന്നത് എന്താണോ അതാണ് രാമരാജ്യം. അവിടം ധ്വംസനങ്ങളും ഹത്യകളും ഉന്മൂലനവും ഉണ്ടാകില്ല എന്നും മഹാത്മാവ് വിശദീകരിച്ചു. അപ്പോൾ രാമരാജ്യം ആര് ഭരിക്കും? എന്റെ സ്വപ്നത്തിലെ രാമരാജ്യത്ത് പണക്കാരനും പാവപ്പെട്ടവനും തുല്യാവകാശമെന്നാണ് ഗാന്ധിജി എഴുതിയത്. അത് എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും അവകാശപ്പെടുന്ന നയമാണ്. നടപ്പാക്കാതെ പ്രസക്തി നഷ്ടമായ അനേകം രാഷ്ട്രീയ മൂല്യങ്ങളിൽ ഒന്നുകൂടിയാണത്. ബ്രിട്ടീഷ് പട്ടാളത്തെ മാറ്റി ഇന്ത്യൻ പട്ടാളം വന്നതുകൊണ്ട് രാമരാജ്യം നിലവിൽ വരികയില്ല എന്നാണ് ഗാന്ധിജി എഴുതിയത്. പട്ടാളം ഭരിക്കുന്ന രാജ്യത്തെ ജനത ധാർമ്മികമായി സ്വതന്ത്രരാകില്ല. ജനങ്ങളെ ഭരിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണെന്നും ആവർത്തിച്ച് പറയുന്നുണ്ട് ആ ലേഖനങ്ങളെല്ലാം. ഇനി ഗാന്ധിജിയുടെ ഹിന്ദുത്വത്തിലേക്ക്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നതാണ് എന്റെ ഹിന്ദുത്വം. അതിലാണ് രാമരാജ്യ രഹസ്യം അന്തർലീനമായിരിക്കുന്നത് എന്നും സ്വാതന്ത്ര്യത്തിന് പിന്നാലെ എഴുതിയ ആ ലേഖനത്തിൽ ഗാന്ധിജി പറയുന്നുണ്ട്. ദൈവത്തെ രാമരാജ്യത്തിൽ കാണണമെങ്കിൽ ആദ്യം വേണ്ടത് ആത്മപരിശോധനയാണെന്നാണ് മഹാത്മജി പറഞ്ഞത്. അതിന് സ്വന്തം തെറ്റുകളെ 1000 മടങ്ങ് പെരുപ്പിച്ചു കാണണം, മാഗ്നിഫൈ ചെയ്യണം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതോടൊപ്പം മറ്റൊന്നുകൂടി പറഞ്ഞു, അയൽക്കാരന്റെ തെറ്റുകളോട് കണ്ണടയ്ക്കാനും കഴിയണം. അതുമാത്രമാണ് രാമരാജ്യത്തിലേക്കുള്ള വഴിയെന്നും ഗാന്ധിജി എടുത്തു പറഞ്ഞു. ദൈവത്തെക്കുറിച്ച് മാത്രമല്ല മതത്തെക്കുറിച്ചും ഗാന്ധിജി 100-ലേറെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1921 തന്നെ മതത്തെ ഗാന്ധിജി നിർവചിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, എന്റെ മതം എന്നതുകൊണ്ട് എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് ഞാൻ പറയാം. അത് ഹിന്ദു മതമല്ല, അത് ഹിന്ദുത്വത്തെ പരിവർത്തനം ചെയ്യുന്ന മതമാണ്. ഒരാളുടെ പ്രകൃതം തന്നെ മാറ്റുന്നതാണ്. ഒരാളെ തകർക്കാനാവാത്ത ആത്മസ്വത്വത്തോടുകൂടി ബന്ധിപ്പിക്കുന്നതാണ് എന്റെ മതം. അത് എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നതുമാണ്. ഗാന്ധിജി എഴുതി, ഹനുമാൻ സ്വന്തം നെഞ്ചുകീറി അതിൽ രാമനാമമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് കാണിച്ചു തന്നു. എനിക്ക് ഹനുമാനെ പോലെ ഹൃദയം പിളരാൻ കഴിവില്ല. നിങ്ങളിൽ ആർക്കു വേണമെങ്കിലും സാധിക്കുമെങ്കിൽ ഇത് കീറി നോക്കാം. അവിടെ കാണുക ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളായ ദശലക്ഷങ്ങളിൽ ഞാൻ കാണുന്ന രാമനെ ആയിരിക്കും. സ്വാതന്ത്ര്യാനന്തരം വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഗാന്ധിജി എഴുതിയ ലേഖനമുണ്ട്. രാജ്യം നിസ്സംശയം മതേതരമാകേണ്ടത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്നത്. മതനിയമങ്ങളിൽ രാജ്യം ഇടപെടേണ്ടതില്ല എന്നായിരുന്നു ആ ലേഖനത്തിന്റെ കാതൽ. രാജ്യത്തെ പൊതു നിയമങ്ങൾ അനുസരിക്കുന്ന കാലത്തോളം ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും തട്ടും തടസ്സവുമില്ലാതെ അവരുടെ മതം പിന്തുടരാൻ കഴിയണം. ഗാന്ധിജിയുടെ എഴുത്തുകളിലോ ചെയ്തികളിലോ ഇതിനപ്പുറമുള്ള മറ്റെന്തെങ്കിലും രാജ്യസങ്കല്പം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ബാക്കിയൊക്കെ ഗാന്ധിജിയെക്കുറിച്ച് ഇന്ന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആരോപിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതുമായ കാര്യങ്ങളാണ്. ആ സത്യാനിഷ്ഠ പരീക്ഷണങ്ങളെ അസത്യങ്ങൾ കൊണ്ട് മറയ്ക്കാതിരുന്നാൽ തന്നെ രാജ്യം പകുതി ജയിച്ചു എന്ന് പറയാം. ഇതേ ദിവസമുണ്ടായ ആ രക്തസാക്ഷിത്വം ഓർമ്മിപ്പിക്കുന്നത് ഈ സന്ദേശമാണ്. ഹേ റാം എന്ന ആ അവസാനത്തെ വിളി പോലും എന്റെ ദൈവമേ എന്ന് രാജ്യത്തിനു വേണ്ടി നടത്തിയ വിലാപമായിരുന്നു. ബീഹാറിൽ NDA സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിനായി സമ്മർദ്ദം ശക്തമാക്കി BJP. 4 ദിവസത്തിനകം മന്ത്രിസഭാ വികസനമുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് RJD. റെയിൽവേ ജോലി തട്ടിപ്പ് കേസിൽ തേജസ്വി യാദവിന്റെ ചോദ്യം ചെയ്യൽ തുടങ്ങി. ബജറ്റ് സമ്മേളനം ഫെബ്രുവരി 12-ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മന്ത്രിസഭാ വികസനവും വകുപ്പ് വിഭജനവും സംബന്ധിച്ച തിരക്കിട്ട ചർച്ചയിലാണ് ബീഹാർ NDA. ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിക്ക് ആഭ്യന്തര വകുപ്പ് നൽകണമെന്ന് BJP ആവശ്യപ്പെട്ടതായാണ് വിവരം. എന്നാൽ ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ നിതീഷ് കുമാറിന് സമ്മതമല്ല.
ആഭ്യന്തര വകുപ്പ് വിട്ടുവീഴ്ച ചെയ്താലും മറ്റ് സുപ്രധാന വകുപ്പുകൾ വിട്ടുനൽകാൻ BJPയും തയ്യാറല്ല. നിതീഷിന് മേൽ കടുത്ത സമ്മർദ്ദമുയർത്താൻ ലക്ഷ്യമിട്ടാണ് സാമ്രാജ് ചൌധരിയെയും വിജയകുമാർ സിൻഹയെയും ഉപമുഖ്യമന്ത്രിമാരായി BJP നിശ്ചയിച്ചത് തന്നെ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും പ്രചരണയാത്ര നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് RJD. അതേസമയം റെയിൽവേ ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിന് പിന്നാലെ തേജസ്വി യാദവിനെയും ED ചോദ്യം ചെയ്യുകയാണ്. പട്നയിലെ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ദുർബലനായി തിരിച്ചെത്തിയ നിതീഷ് കുമാറിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കാനാണ് BJPയുടെ നീക്കം. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രം നിലവിൽ ലക്ഷ്യം വെച്ചാണ് നിതീഷ് കുമാറിന്റെ നീക്കങ്ങൾ. തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഈ സഖ്യം മുന്നോട്ടു പോകൂ എന്ന കണക്കുകൂട്ടലിലാണ് അതേസമയം RJD. പട്നയിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. വർഷിപ്പ് പറയുകയാണ്, മുൻപൊക്കെ സ്കൂളുകളിൽ ജനുവരി 26, 30 ഒക്കെ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്ന് അത് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെ പ്രശ്നമുണ്ടോ? സേവനവാരം ഒക്കെ നമ്മൾ ആചരിക്കാറുള്ളതാണ് ഈ ഒക്ടോബർ 2 സമയത്തൊക്കെ. എന്തുകൊണ്ടാണ് ആ പ്രാധാന്യക്കുറവ് എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായി അന്വേഷിക്കേണ്ടതുമാണ്. പ്രതിപക്ഷ സഖ്യം രൂപീകരിച്ച നേതാവ് തന്നെ BJP പക്ഷത്തേക്ക് ചാടിയതിൻ്റെ ആഘാതം മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ. അടിക്കടി മുന്നണി മാറുന്ന നിതീഷിനും പാർട്ടിക്കും NDAയിൽ പ്രസക്തി നഷ്ടപ്പെടുമെന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷ നേതാക്കൾക്ക്. നിതീഷ് കുമാറിന്റെ കൂറുമാറ്റം ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാകില്ല എന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ 24 പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JDUവിന് ഇത്തവണ 17 സീറ്റുകൾ നൽകാൻ കഴിയില്ലെന്ന് ബീഹാർ BJP വക്താവ് മനോജ് ശർമ്മ 24 പ്രതികരിച്ചു. JDUവിന്റെ NDAയിലേക്കുള്ള തിരിച്ചുപോക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇന്ത്യ മുന്നണിക്ക് കാര്യമായ ക്ഷതമാണ് ഏൽപ്പിച്ചത്. പ്രതിപക്ഷ ഐക്യ സന്ദേശം മുന്നോട്ട് വച്ച ഇന്ത്യ മുന്നണിക്ക് നിതീഷിന്റെ കാര്യത്തിൽ കാലിടറി. BJPക്ക് നേരിയ മേൽക്കൈ ഉണ്ടാക്കിയെങ്കിലും അത് മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യ മുന്നണി. അധികാരം പിടിച്ചെടുക്കാൻ BJP ഏത് മാർഗവും ഉപയോഗിക്കുമെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ പ്രതികരിച്ചു. We are confident that the India alliance parties who are there will put their heads together and put their efforts together to strengthen our campaign, our effort to go to people and see that BJP and its allies are defeated in the Lok Sabha elections. NDAയിലെത്തിയ JDUവിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിന്റെ കാര്യത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല. കഴിഞ്ഞ തവണത്തെ ഫോർമുല ഇത്തവണ നടപ്പാക്കാനാകില്ലെന്ന് ബീഹാർ BJP വക്താവ് മനോജ് ശർമ്മ വ്യക്തമാക്കി. हमारे साथ में अभी जो NDA में अलायंस है, चिराग पासवान जी की पार्टी है, जो लोजपा रामविलास पारस जी की पार्टी है, हम जीतनराम मांझी जी हमारे साथ में है. तो हम सब सहयोगी को लेकर एक RLJD भी है, हालांकि उस उपेंद्र कुशवाहा जी भी हमारे साथ में है. तो सभी लोग मिलके हम लोग एक कॉमन एजेंडे पे आएंगे और सीट शेयरिंग कोई बड़ा टफ हम लोग के लिए नहीं. സംസ്ഥാനത്ത് NDAയിൽ കൂടുതൽ ഘടകകക്ഷികൾ ഉണ്ടെന്നാണ് BJP വാദം. ഇന്ത്യ മുന്നണിയുടെയും മറുപാളയത്തിലെത്തിയ JDUവിന്റെ ഭാവി നിർണ്ണയിക്കുന്നതായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 24 ഡൽഹി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബീഹാറിൽ പര്യടനം തുടരുന്നു. യാത്ര പൂർണിയയിലെത്തുമ്പോൾ മഹാറാലിയും കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട്. ബംഗാളിലെ മാൽഡയിൽ ഗസ്റ്റ് ഹൗസിൽ അനുമതി നിഷേധിച്ചതിൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം. ബീഹാർ പര്യടനത്തിന് ശേഷം യാത്ര നാളെ ബംഗാളിൽ മടങ്ങിയെത്തും. ബീഹാറിലേറ്റ തിരിച്ചടി മറികടക്കാൻ സംസ്ഥാനത്തെ വലിയ പരിപാടികളാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി കോൺഗ്രസ് ഒരുക്കുന്നത്. ഇന്ന് അരാരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര പൂർണിയയിലെത്തുമ്പോൾ പാർട്ടി പൊതുസമ്മേളനം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം മഹാറാലിയും. ഇന്നലെ ബീഹാറിലെത്തിയ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച രാഹുൽ നിതീഷിനെതിരെയുള്ള പരാമർശങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. റാലിയിൽ RJDയെയും ഇടതു പാർട്ടി നേതാക്കളെയും പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇടഞ്ഞതോടെ അനുനയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. മൗനം പാലിച്ച കോൺഗ്രസ് ദേശീയ നേതാക്കളും മമതയ്ക്ക് നേരെ വിമർശനം തുടങ്ങി. ബംഗാളിലെ മാൽഡയിലെ ഗസ്റ്റ് ഹൗസിൽ അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ തൃണമൂലുമായി തുറന്ന പോരിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. പ്രതിപക്ഷ ഐക്യ സന്ദേശം നൽകാൻ ബംഗാളിലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. 24 ഡൽഹി. കൈവിട്ട് കേസ് പ്രതി സവാദിന്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ NIA ഒളിവിൽ കഴിയാൻ ആരും സഹായിച്ചില്ലെന്നും തൊഴിൽ കണ്ടെത്തിയത് ഒറ്റയ്ക്കെന്നുമാണ് സവാദിന്റെ മൊഴി. കൃത്യം നടന്ന സ്ഥലം ഓർമ്മയില്ലെന്നും വർഷങ്ങൾ കഴിഞ്ഞതിനാൽ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നുമുള്ള പ്രതിയുടെ മൊഴി NIA വിശ്വാസത്തിലെടുത്തിട്ടില്ല. വിവരങ്ങളുമായി ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, അന്വേഷണവുമായി പ്രതി സഹകരിച്ചില്ല എന്നല്ലേ അതിനർത്ഥം?
ഒരു സംശയവും വേണ്ട. സ്വാഭാവികമായും NIA സംഘം അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം പ്രതിയെ പിടികൂടുന്ന ഘട്ടത്തിൽ പ്രതി നിസ്സഹകരണം എന്തായാലും ഉണ്ടാകും എന്നവർക്കറിയാമായിരുന്നു. പക്ഷേ അവരുടെ കൈവശം ശാസ്ത്രീയ തെളിവുകളും മറ്റും ഉണ്ട് എന്നാണ് NIA അവകാശപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ പ്രതി സവാദിന്റെ തെളിവെടുപ്പ് അത് സാങ്കേതിക നടപടി എന്ന നിലയിൽ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രതിയെ സംഭവസ്ഥലത്ത് അവർ എത്തിച്ചിരുന്നു. പക്ഷേ പ്രതിക്ക് ഈ സംഭവസ്ഥലം തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരുപാട് നാളുകൾ ആയിരിക്കുന്നു. അതിനാൽ തന്നെ ആ സ്ഥലം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. തനിക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് പ്രതി മറുപടി നൽകിയിട്ടുണ്ട്. ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ആരും തന്നെ സഹായിച്ചിട്ടില്ലെന്നും ഈ തൊഴിൽ കണ്ടുപിടിച്ചത് പോലും താൻ ഒറ്റയ്ക്കാണ് എന്നും അയാൾ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും NIA വിശ്വാസത്തിലെടുത്തിട്ടില്ല. DNA പരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷം കോടതിയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഓക്കെ, ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഗവർണറുടെ സുരക്ഷാ അവലോകനം ചെയ്യാനുള്ള യോഗം അവസാനിച്ചു. ഗവർണറുടെ വ്യക്തിഗത സുരക്ഷയും രാജ്ഭവനുള്ളിലെ സുരക്ഷാ ചുമതലയും CRPFന്. പ്രവേശന കവാടത്തിൽ പോലീസ് തന്നെ സുരക്ഷ ഒരുക്കും. പോലീസായിരിക്കും ഗവർണർ റൂട്ട് തീരുമാനിക്കുന്നത്. അഖിൽ ഷാ അൻസാർ വിവരണം വച്ചിരുന്നു. അഖിൽ, അതൊരു ഡിമാർക്കേഷൻ എങ്ങനെയാണ്? CRPF സുരക്ഷയുടെ, ഗവർണർക്കുള്ള സുരക്ഷയുടെ രീതി എങ്ങനെയാകും അഖിൽ ഷാ? ഹഷ്മി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണർക്ക് കേന്ദ്ര സേനയുടെ സുരക്ഷ ഒരുക്കിയതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച രാജ്ഭവനിൽ നടന്നത്. ഒരു അവലോകന യോഗമായിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് സുരക്ഷയിൽ വരുത്തേണ്ട മാറ്റം? ഏറ്റവും പ്രധാനമായും ഈ പോലീസും അതുപോലെ തന്നെ ഈ CRPFും ഒരുമിച്ചുള്ള ഒരു സുരക്ഷയാകും ഗവർണർക്ക് ഒരുക്കുക. അതുകൊണ്ട് തന്നെയാണ് ഏത് തരത്തിലായിരിക്കണം ഈ സുരക്ഷ എന്നത് കൂടി ആലോചിക്കാനായിട്ടുള്ള ഒരു യോഗമായിരുന്നു ഇന്ന് നടന്നത്. ഏറ്റവും പ്രധാനമായും ഈ യോഗത്തിലുണ്ടായ ഒരു ധാരണ പോലീസും അതുപോലെ തന്നെ CRPFും സംയുക്തമായുള്ള സുരക്ഷയായിരിക്കും ഗവർണർക്ക് ഒരുക്കുക. അതിൽ ഏറ്റവും പ്രധാനമായും ഈ ഗവർണർ യാത്ര ചെയ്യുമ്പോൾ ഗവർണറുടെ വാഹനത്തിന് മുന്നിലും അതുപോലെ തന്നെ പിന്നിലുമായി പോകുന്ന എസ്കോർട്ട് വാഹനങ്ങൾ, അത് CRPF ആയിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നോക്കുക. ഒപ്പം ഈ രാജ്ഭവനുള്ളിലെ സുരക്ഷയും CRPF ഏറ്റെടുക്കും. മറിച്ച് ഈ രാജ്ഭവനിലെ കവാടം ഗേറ്റിന് മുന്നിലും ഉൾപ്പെടെ പോലീസും സംരക്ഷണം ഒരുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ യോഗത്തിൽ ധാരണയായത്. മറ്റ് സുരക്ഷാ നടപടികളും പോലീസായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും CRPFും പോലീസും സംയുക്തമായുള്ളൊരു സുരക്ഷയായിരിക്കും ഗവർണർക്ക് ഒരുക്കുക. ഓക്കെ, അഖിൽ ഷാൻ സാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ബജറ്റിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇക്കൊല്ലവും കേരളം കാത്തിരിക്കുന്നത് സ്വപ്ന പദ്ധതികളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ടൂറിസം, റെയിൽവേ, ആരോഗ്യ, തൊഴിൽ മേഖലകളിൽ ബജറ്റിൽ പരിഗണനയുണ്ടാകും എന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് ആവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ കേന്ദ്ര ബജറ്റിലാണ്. വികസന പദ്ധതികൾക്കൊപ്പം കൂടുതൽ കേന്ദ്രവിഹിതവും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു. സ്വന്തമായൊരു എയിംസും സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രാനുമതിയും ദീർഘനാളായി കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ്. ഒപ്പം മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ശബരിപാത ഉൾപ്പെടെയുള്ള റെയിൽവേ വികസനം സംസ്ഥാനത്തിന്റെ സ്വപ്നമാണ്. വായ്പാ പരിധി ഉയർത്തണമെന്ന ആവശ്യം ഇത്തവണയും സംസ്ഥാനത്തിനുണ്ട്. MPമാർ കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ വൈകിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയെന്ന VK ശ്രീകണ്ഠൻ MPയുടെ വിമർശനം. ഇപ്പോൾ കേരളം വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പല പദ്ധതികളും പണം വെട്ടിക്കുറയ്ക്കുകയാണ് എന്നൊക്കെ പരസ്യമായി പറയുകയും കേന്ദ്രവിരുദ്ധ സമരം പ്രഖ്യാപിക്കുകയും അവസാനം ആ സമരം സമ്മേളനമാക്കി ചുരുക്കുകയും ചെയ്ത CPMന്റെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാടിൽ വലിയ സംശയമുണ്ടാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ MPമാരുടെ ഒരു യോഗം പോലും വിളിക്കാതിരിക്കുന്നത്. MPമാരെ കുറ്റപ്പെടുത്തുന്ന സർക്കാർ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ പോലും അറിയിക്കുന്നില്ലെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. എന്നാൽ UDF MPമാർ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ ഒരു താൽപര്യം കാണിക്കുന്നില്ലെന്നാണ് സർക്കാരിന്റെ വിമർശനം. 24 തിരുവനന്തപുരം. കേന്ദ്ര ബജറ്റിൽ വലിയ പ്രതീക്ഷയിലാണ് രാജ്യത്തെ കാർഷിക മേഖല. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ സഹായത്തുകയിലാണ് ചെറുകിട കർഷകരുടെ പ്രതീക്ഷ. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഓഹരികൾ കൂട്ടത്തോടെ വിറ്റഴിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തവണത്തെ ബജറ്റ് അവതരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കർഷകരുടെ താൽപര്യം പരിഗണിക്കാതെ ബജറ്റ് അവതരണം സർക്കാരിന് സാധ്യമല്ല. ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന വർധനവ് ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളിലാണ് കാർഷിക മേഖലയുടെ പ്രതീക്ഷ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ സഹായത്തുക വർദ്ധിപ്പിച്ചേക്കും. നിലവിലെ 6000 രൂപയിൽ നിന്ന് 8000-ഓ 9000-ഓ ആക്കി ഉയർത്തിയേക്കും. കരിമ്പ്, ഗോതമ്പ് കൃഷികളുടെ വ്യാപനത്തിനും പരിപാലനത്തിനും ജലസേചനത്തിനും പുതിയ സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ച് കയ്യടി നേടാനും കേന്ദ്രം ശ്രമിക്കുമെന്നാണ് വിവരം. നാളികേര, റബ്ബർ മേഖലയിലാണ് കേരളത്തിന്റെ പ്രതീക്ഷകൾ. എണ്ണക്കുരുവിന്റെ താങ്ങുവില നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പുതുക്കുമ്പോൾ അത് നാളികേര കർഷകർക്ക് ഗുണം ചെയ്തേക്കാം. റബ്ബറിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും സുപ്രധാന തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം.
വിപണിയിലെ സമീപ ദിവസങ്ങളിലെ ചാഞ്ചാട്ടത്തിൽ ആശങ്കയിലാണ് സംസ്ഥാനത്തെ സാമ്പത്തിക മേഖല. ഇന്ത്യയിൽ നിന്ന് കൂടൊഴിയാനാണ് വിദേശ നിക്ഷേപകരുടെ ശ്രമം. ഏഷ്യയിൽ തന്നെ ഈ മാസം ഇതിനകം ഏറ്റവുമധികം വിദേശ നിക്ഷേപ നഷ്ടം നേരിട്ടത് ഇന്ത്യയാണ്. കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യങ്ങൾക്കും പ്രതീക്ഷകൾക്കും വലിയ തിരിച്ചടിയാണ് ഈ സാഹചര്യം. 24 ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, സമയം 2 മണി കഴിഞ്ഞ് 15:23 സെക്കൻഡാണ്. കുറച്ചധികം വാർത്തകൾ കൂടി ബാക്കിയാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അനിശ്ചിതകാല സമരത്തിന് തുടക്കം. സൗജന്യ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കുക, എൻഡോസൾഫാൻ പട്ടികയിൽ നിന്ന് അകാരണമായി പുറത്താക്കിയവരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധം. ജീവിക്കുന്ന ഒരു മാർഗവുമില്ല. മരുന്ന് കിട്ടുന്നില്ല. 1600 പെൻഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് മരുന്നിന് എനിക്ക് ടെൻഷൻ, മംഗലാരത്തിന് ടെൻഷൻ്റെ ഗുളിക തിന്നുന്നു. അതും കൂടെ എനിക്ക് ചെയ്യുന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും തെരുവിൽ. മാസങ്ങളായി മുടങ്ങിയ സൗജന്യ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രധാന ആവശ്യം. പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുടുംബങ്ങളും സമരപ്പന്തലിലെത്തി. പെൻഷൻ തന്നെ കൊടുക്കുന്നില്ല, അതിനും നമ്മൾ സമരം ചെയ്യണം. എന്നാലേ കുറച്ച് കൊടുത്തു തുടങ്ങും. വീണ്ടും അതേ അവസ്ഥയാണ്, വീണ്ടും സമരം ചെയ്യണം. പിന്നെ വിവാദ ഉത്തരവ്, ഇപ്പോൾ ആ വിവാദ ഉത്തരവ് പിൻവലിക്കണം. സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ഈ ഭരണത്തിൽ ഒരു പെൻഷനും കൂടി റദ്ദായി കിടക്കുന്നത് കൊണ്ട് സമരത്തിനും കൂടി ഇറങ്ങേണ്ടി വന്നു. ഭയങ്കര ദൂരം അതിന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സമരത്തിന് അവർ പറയുന്നത് അങ്ങനത്തെ ഒന്നും ഇല്ല. അത് പിന്നെ ഇല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം അവർക്ക് കണ്ണില്ല കാണാൻ. മന്ത്രി മുഹമ്മദ് റിയാസ് ചെയർമാനായ എൻഡോസൾഫാൻ സെല്ലിന്റെ യോഗം ചേർന്നിട്ട് 1 വർഷം പിന്നിട്ടു. പരാതി പറയാൻ പോലും ഇടമില്ലെന്നാണ് ചുരുക്കം. നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ദുരിതബാധിതർ പറയുന്നത്. 24 കാസർഗോഡ്. ലില്ലി ജോളിയിൽ പറയുന്നു, പ്രജിൻ സി കണ്ണന്റെ ഗാന്ധിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് വളരെ നന്നായിരുന്നു. നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് പറയുന്നു. രാജ് കേരള MLA-മാരുടെ ശമ്പളം പകുതിയാക്കി പാവപ്പെട്ടവരുടെ പെൻഷൻ കൊടുക്കാനായി രാഷ്ട്രീയം മറന്ന് ജനങ്ങൾ ഒന്നുപോലെ പറയുന്നു. പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ പട്ടിണിയിൽ നിന്ന് കരകയറും എന്ന് പറയുകയാണ്. അതിപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്ന നമ്മൾ കേട്ടതാണ്. പക്ഷേ അതൊന്നും പ്രാക്ടിക്കലായ കാര്യങ്ങളാണോ എന്നറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജനം ക്ഷേമ പെൻഷൻ കിട്ടാതെ അടക്കം വലിയ ബുദ്ധിമുട്ടിലാണ്. അതിന് പരിഹാരം ഉണ്ടാക്കണം. അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വിമർശനമല്ല, ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കലാണ് ആ ആവശ്യം. കടൽക്കൊള്ളക്കാരെ വീണ്ടും തുരത്തി ഇന്ത്യൻ നാവികസേന. കൊച്ചിയിൽ നിന്ന് 800 നോട്ടിക്കൽ മൈൽ അകലെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ മത്സ്യബന്ധന കപ്പൽ മോചിപ്പിച്ചു. കപ്പലിലുണ്ടായിരുന്ന 19 ജീവനക്കാരും രക്ഷപ്പെടുത്തി. INS സുമിത്രയാണ് ഇത്തവണയും ദൗത്യത്തിന്റെ ഭാഗമായത്. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ അൽനിമിയ എന്ന മത്സ്യബന്ധന കപ്പലാണ് നാവികസേന മോചിപ്പിച്ചത്. കടൽക്കൊള്ളക്കാരെ കീഴ്പ്പെടുത്തിയ ദൗത്യസംഘം കപ്പലിലെ പാക് സ്വദേശികളായ 19 ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. സായുധരായ 11 കടൽക്കൊള്ളക്കാരാണ് കപ്പൽ തട്ടിയെടുത്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലെ നാവികസേനയുടെ 2ാമത്തെ ദൗത്യമാണിത്. ഇത്തവണയും INS സുമിത്രയാണ് ദൗത്യത്തിന്റെ ഭാഗമായത്. ഇന്നലെ കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് നാവികസേന മോചിപ്പിച്ചത്. INS സുമിത്രയിലെ ധ്രുവ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കപ്പൽ വളഞ്ഞായിരുന്നു ദൗത്യത്തിന്റെ തുടക്കം. സൊമാലിയുടെ കിഴക്കൻ തീരത്ത് പട്രോളിംഗിനിടെയാണ് നാവികസേനയുടെ രക്ഷാദൗത്യം. 24 ഡൽഹി. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാലം ഇനി അത് സ്വപ്നമല്ല. ആദ്യപടി അമേരിക്കയിൽ പൂർത്തിയായി. ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് എന്ന കമ്പനിയാണ് തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചത്. ടെലിപ്പതി എന്നാണ് ഉപകരണത്തിന്റെ പേര്. കൈകാലുകൾക്ക് ചലനശേഷി ഇല്ലാത്തവരിലാണ് ആദ്യഘട്ടത്തിൽ ഇത് ഘടിപ്പിക്കുക. മനുഷ്യ തലച്ചോറിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഘടിപ്പിച്ചത് വഴി ചരിത്ര നേട്ടത്തിലാണ് ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് കമ്പനി. മനുഷ്യ മസ്തിഷ്കവും കമ്പ്യൂട്ടറുമായി ആശയവിനിമയം സാധ്യമാകുമെന്നാണ് അവകാശവാദം. ഇതുവഴി സങ്കീർണമായ രോഗാവസ്ഥകളെ നേരിടാൻ ന്യൂറാലിങ്ക് സഹായിക്കുമെന്നാണ് അവകാശവാദം. മുടിയേക്കാൾ കനം കുറഞ്ഞ 64 ഫ്ലെക്സിബിൾ ത്രെഡുകളാണ് റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ചത്. ഒരു വ്യക്തിയുടെ ചിന്ത തിരിച്ചറിയുകയും അത് വയർലെസ്സായി ആപ്പിലേക്ക് കൈമാറുകയും ആപ്പ് അത് ഡീകോഡ് ചെയ്യുകയുമാണ് പ്രവർത്തനം. ടെലിപ്പതി എന്നാണ് ഈ പുതിയ ഉപകരണത്തിന്റെ പേര്. നേരത്തെ ഈ പരീക്ഷണം നടത്തിയ കുരങ്ങുകൾ പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളടക്കം ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടത് വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചിരുന്നു. മനുഷ്യരിൽ ചിപ്പ് ഘടിപ്പിക്കാൻ കഴിഞ്ഞ മെയ് മാസത്തിലാണ് FDA മസ്കിന്റെ കമ്പനിക്ക് അനുമതി നൽകിയത്. ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചയാൾ സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിലെ തന്നെ ബ്ലാക്ക് റോക്ക് ന്യൂറോടെക് 2004-ലും ഓസ്ട്രേലിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിൻക്രോൺ 2022-ലും സമാന പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24. അലിയ മണ്ണാർക്കാടും ലില്ലി ചേച്ചിയൊക്കെ പറയുന്നുണ്ട്, ഹാഷ്മി ഇന്ന് കമൻറ്റ് വായന വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നിയമസഭയിലൊക്കെ പല ആവർത്തി പോയി. അപ്പോൾ അങ്ങനെ ഓർഡറില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത് കാരണം കമൻറ്റ് വായന കുറഞ്ഞതാണ്. കമൻറ്റ് വായിക്കാതെ, നിങ്ങളുടെ കമൻറ്റ് വായിക്കാതെ പിന്നെ എന്താണ് വായിക്കുക അല്ലേ?
അഹമ്മദ് അവർഗോൽ സഭയിൽ പറയുകയാണ്, കേന്ദ്ര സർക്കാരിന് തുല്യതയില്ലാത്ത ശത്രുതാ മനോഭാവമാണ്, കേന്ദ്രം അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധം തീർക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ ഭരണപക്ഷവും സഭയിൽ പറയുന്നുണ്ട്. അത് കേന്ദ്രത്തിന് മാത്രം കുറ്റമല്ല, സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടും അക്കാര്യത്തിലുണ്ട് എന്ന് പ്രതിപക്ഷവും പറഞ്ഞു. അങ്ങനെ കൊണ്ടും കൊടുത്തും ആ ചർച്ച അവിടെ പുരോഗമിക്കുകയാണ്. 1 മണിക്ക് തുടങ്ങിയതാണ്, 3 മണി വരെ നീളുന്ന 2 മണിക്കൂർ ചർച്ചയാണ്. അത് പുരോഗമിക്കുകയാണ് അവിടെ. ചരിത്രത്തിൽ ഇടം നേടിയ 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് പ്രേക്ഷകരുടെ ഇടയിൽ മികച്ച പ്രതികരണമാണ്. 24 കണക്റ്റിന്റെ ഭാഗമായി നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഏവരെയും ആകർഷിച്ചത്. ഒപ്പം പ്രേക്ഷകരുടെ ചോദ്യത്തിന് അവതാരകർ തത്സമയം മറുപടി നൽകിയതും പ്രേക്ഷകരെ ആവേശത്തിലാക്കി. എനിക്ക് കിടക്കാടയില്ല, ആരും ഒരു വാടക വീട് തരുന്നില്ല, ജോലി ചെയ്യാൻ കഴിവില്ല. അതുകൊണ്ട് എന്നെ അമ്മയ്ക്ക് നമ്മുടെ ഒരു കടപ്പാട് ഒപ്പിച്ചു തരും നമുക്ക്. അത് കുഴപ്പമില്ല. സന്തോഷവും ആവേശവും വൈകാരിക നിമിഷങ്ങളും ഇടകലർന്ന 6 മണിക്കൂറുകൾ. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ഇന്നലെ വരെ ആരും ചിന്തിക്കാത്ത അപൂർവ നിമിഷം. അതായിരുന്നു 24 പ്രേക്ഷക സംസ്ഥാന സമ്മേളനം. എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ആയിരങ്ങൾക്ക് പുറമെ 10,000 സ്വന്തം വീട്ടിലിരുന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയും സംസ്ഥാന സമ്മേളനം ആസ്വദിച്ചു. സർക്കാർ സംവിധാനങ്ങളുടെ അശ്രദ്ധ മൂലം നീതി നിഷേധിക്കപ്പെട്ട് 24 വാർത്തയിലൂടെ നീതി ലഭിച്ച ഹർഷിനെ പോലെ നൂറുകണക്കിന് പേരാണ് സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുത്തത്. നമ്മളെ ഈ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തുടക്കം മുതൽ, ആദ്യം തന്നെ 24-ലൂടെയാണ് നമ്മളെ വാർത്ത വന്നിട്ടുള്ളത്. തുടക്കം മുതൽ ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരോടൊപ്പം നമ്മളെ കൂടെ കട്ട സപ്പോർട്ടായിരുന്ന 24 ന്യൂസിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പിന്നെ അതിന് നമ്മളെ നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് ആള്, പ്രത്യേകിച്ച് SKN സാർ, ഹാഷ്മി പോലെയുള്ള ആളുകളെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. 24 കണക്റ്റിന്റെ ഭാഗമായി നടത്തിയ ചാരിറ്റി പദ്ധതികളാണ് ഏവർക്കും പറയാനുള്ളത്. ഒപ്പം 24 അവതാരകരുടെ കലാവിരുന്നും. ഞാൻ ഉച്ചമുതൽക്ക് രാത്രി കഴിയുന്നവരെ പരിപാടി കണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാർക്കെല്ലാം പൈസ കൊടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, ഒക്കെ നല്ല കാര്യമാണ്. ബാക്കിയുള്ളൊരു ചാനലിനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള പരിപാടിയായിരുന്നു. അവതാരകരുടെ ആ കോണ്ടക്ട്സ് എല്ലാവരെയും വളരെ സിമ്പിളായിട്ട് എല്ലാവരെയും വളരെ ഭംഗിയായിട്ട് നടത്തുക എന്നാണ്. എന്തിനധികം പറയുന്നത്, സുഖമില്ലാതെ വീൽ ചെയറിൽ വരെ ഇവിടുന്ന് പോയ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വീൽ ചെയറിലാണ് പോയത്. വീൽ ചെയറിൽ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച് വീൽ ചെയറിൽ കാറിൽ പോയി അവിടെ പോയിട്ട് വീൽ ചെയറിൽ തന്നെ ഇരുന്നിട്ടാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. കളിയും ചിരിയും ആശങ്കകളും ആവലാതികളും പരസ്പരം പങ്കിട്ട് മണിക്കൂറുകൾ കടന്നു പോയതറിഞ്ഞില്ല. വീണ്ടും കാണാമെന്ന ഉറപ്പോടെയാണ് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയ ഞങ്ങളുടെ സ്വന്തം പ്രേക്ഷകർ മടങ്ങിയത്. 24 കോഴിക്കോട്. അങ്ങനെ എത്രയോ പേർ, ഒരുപാട് പേർ കാസർഗോഡ് നിന്ന് ഒക്കെ തലേ ദിവസം വന്ന് റൂം എടുത്ത് താമസിച്ചവർ, ബസ് വിളിച്ച് വന്നവർ, വീൽ ചെയറിൽ, ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ വീൽ ചെയറിൽ വന്ന 1-2 പേരൊന്നുമില്ല, കുറേ അധികം പേർ വീൽ ചെയറിൽ തന്നെ നേരിട്ട് വന്നവർ. അപ്പോൾ അവർ ആ ത്യാഗം എടുക്കുന്നതിന് കാരണം എന്താണ്? നമ്മളോട് നിറഞ്ഞ സ്നേഹം മാത്രമാണ്. ആ സ്നേഹത്തിന് നന്ദി എന്ന വാക്കിലൊന്നും പറഞ്ഞാൽ തീരാത്തതല്ല. അതൊരു തരം കടപ്പാടാണ്, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. കൊല്ലം നിലമേലിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്ക് ജാമ്യം. കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അറസ്റ്റിലായ 12 പേർക്ക് ജാമ്യം അനുവദിച്ചത്. അരുൺ രാജ് വിവരങ്ങളും ചേരുന്നു. അരുൺ, എന്തായിരുന്നു SFI പ്രവർത്തകർക്കെതിരായ പ്രോസിക്യൂഷൻ വാദം? ജാമ്യത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്താണ് അരുൺ? ഹാഷ്മി, അല്പസമയം മുമ്പാണ് കൊട്ടാരക്കര കോടതി 2 മജിസ്ട്രേറ്റ് കോടതി 2 ഈ കേസ് പരിഗണിച്ചത്. ഗവർണർക്കെതിരെ നിലമേലിൽ നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി 12 SFI പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ പ്രവർത്തകർക്കെതിരെ 124 നിലനിൽക്കില്ല, ഗവർണറെയോ രാഷ്ട്രപതിയോ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന വകുപ്പാണ് ഇത്. ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. ഈ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളും അതുപോലെ തന്നെ അന്നത്തെ CCTV ദൃശ്യങ്ങളടക്കം ഇക്കാര്യത്തിൽ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചു. പ്രതികൾ ഒരാൾ പോലും ഗവർണറെ ആക്രമിക്കുകയോ ഗവർണറുടെ വാഹനത്തിനടുത്തേക്കോ പോയിട്ടില്ല. ഇത് അത്തരത്തിൽ ഈ കേസ് നിലനിൽക്കില്ല എന്നതായിരുന്നു പ്രധാനമായും പ്രതിഭാഗം കോടതി അറിയിച്ചത്. തുടർന്നാണ് കോടതി ഈ കേസിൽ 12 പ്രവർത്തകർക്കും SFI പ്രവർത്തകർക്കും ജാമ്യം അനുവദിച്ചിട്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ കേസിൽ 124 എങ്ങനെ വന്നു എന്ന ചോദ്യം പോലും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ കേസിൽ പോലീസ് ചുമത്തിയിരിക്കുന്ന 124 ഇന്ന് കോടതി ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ 12 SFI പ്രവർത്തകർക്കും ജാമ്യം അനുവദിച്ചിട്ടുള്ള ഉത്തരവാണ് കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതി 2 ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്.
അരുൺ രാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അറസ്റ്റിലായ 12 SFI പ്രവർത്തകർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജാർഖണ്ഡിൽ ഗവർണർ ഇടപെടൽ. സംസ്ഥാനത്തെ ക്രമസമാധാനം വിലയിരുത്താൻ DGPയെയും ചീഫ് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി. ഹേമന്ത് സോറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന JMM നിയമസഭാ കക്ഷി യോഗത്തിൽ ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറിന് പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ കൽപ്പന സോറിന് MLA അല്ല. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, അപ്പോൾ അറസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനെ പറ്റി ഹേമന്ത് സോറൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് കൽപ്പന സോറൻ പങ്കെടുക്കുന്നു എന്ന് പറയാറായോ അച്യുതൻ? ഹാഷ്മി, തീർച്ചയായിട്ടും ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ അത്തരം സാഹചര്യമാണ് പാർട്ടി വിലയിരുത്തുന്നത്. കാരണം ഈ 9ാമത് സമൻസ് നൽകിയെങ്കിലും ED ഹേമന്ത് സോറിനെ പിന്തുടരുന്ന ഒരു സാഹചര്യമാണ്. ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. അദ്ദേഹത്തിന് 2 ആഡംബര വാഹനങ്ങളും 36 ലക്ഷം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ റാഞ്ചിയിൽ ഇന്നലെ രാത്രി വൈകിയും ED സംഘം നിലയുറപ്പിച്ചു. അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങൾ ഈ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതൊരു അറസ്റ്റിന്റെ സൂചനയാണ് പാർട്ടി ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതിനായി തന്നെയാണ് അടിയന്തര യോഗം ഇപ്പോൾ ഹേമന്ത് സോറിന്റെ നേതൃത്വത്തിൽ തന്നെ ചേരുന്നത്. കാരണം ഈ 8ാമത് സമൻസ് നൽകുമ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 20-ന് ഹേമന്ത് സോറിന്റെ വസതിയിൽ ED സംഘം എത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായാണ് ഈ 9ാമത് സമൻസ് നൽകി എന്നതായിരുന്നു EDയുടെ വിശദീകരണം. എന്തായാലും അതൊരു അറസ്റ്റിലേക്കുള്ള സൂചന കൂടിയെന്ന് ആയിട്ടാണ് ഇപ്പോൾ ഹേമന്ത് സോറനും കാണുന്നത്. എന്തായാലും മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കൂടി JMM പാർട്ടി കടന്നിട്ടുണ്ട്. ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ED നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രവർത്തകരുടെ സാന്നിധ്യം ഇന്നലെ പലയിടങ്ങളിലും ഉണ്ടായത്. എന്തായാലും ആ നീക്കങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഒരു യോഗം ചേരുന്നുണ്ട്. എല്ലാ മന്ത്രിമാരും MLA-മാരും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നേരത്തെ ഈ അറസ്റ്റിലേക്ക് കടന്നാൽ മുഖ്യമന്ത്രിയായി കൽപ്പന സോറിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നിരുന്നു. അങ്ങനെ പല നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് JMM ഈ ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ യോഗത്തിന് ശേഷം ആ തീരുമാനം എന്തെന്ന് വ്യക്തമാകും. ഹാഷ്മി, അപ്പോൾ കൽപ്പന സോറൻ ഹേമന്ത് സോറിന്റെ ഭാര്യ അവിടെ മുഖ്യമന്ത്രിയാകുമോ എന്നാണ് അടുത്ത ചോദ്യം. എന്തായാലും അത് രാഷ്ട്രീയ വേട്ട എന്ന് JMM-ഉം ഹേമന്ത് സോറിനും അടക്കം ആരോപിക്കുന്നുമുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്ത, 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി കേരളത്തിൽ നിന്ന് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 17,000 അപേക്ഷകളിൽ നിന്നാണ് മികച്ച പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുത്തത്. രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ 9ാം സ്ഥാനത്തും സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തുമാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. വേണമെങ്കിൽ കേരളത്തിന് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്ററിന്റെ പത്രക്കുറിപ്പാണ്. അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ലോങ് ലൈഫ്, കാലങ്ങളോളം നിൽക്കും. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇപ്പോൾ സീതാറാം യെച്ചൂരി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. So, good afternoon to all of you. As has been told that we had a 3-day Central Committee meeting here, and the Central Committee was very grateful to the Kerala State Committee for organizing this meeting and providing excellent working conditions. So we have profusely noted on record our sense of appreciation. The main issues that the Central Committee discussed, of course, concern the 2024 elections and the preparations that are. We reviewed the preparations that are taking place in various states of our country, in the party's participation in the election. That apart, the Central Committee is of the opinion that the manner in which the temple at Ayodhya was inaugurated, this is actually sounding the death knell of secularism as defined by the Constitution of India and the verdicts of the Supreme Court. I mean, this was an event in which the entire state machinery, government machinery was present. The Prime Minister doing the inauguration, UP Chief Minister, the UP Governor, and then you had the merging of the RSS with the government of India.
and the messages, adulated messages that came from the President and the Vice President of India, all this signify that this was a state function, a state-sponsored function that directly violates the Constitution provisions and the Supreme Court verdicts, which say that state shall not profess or propagate any one particular religion. And it's precisely that has happened here. And the fact that the RSS chief was also present, and the fact that during the run-up to this event, there have been communal clashes in at least various parts of the country. This entire event was mainly for securing political and electoral gain, and the gross misuse of the government machinery. Schools were declared closed that day. Every single government office, central government office, was asked to join the consecration, and all central government offices were closed till 2:30 in the afternoon all over the country. അപ്പോൾ കേന്ദ്ര യോഗങ്ങൾ വിശദമാക്കുകയാണ് എം വി ഗോവിന്ദനും സീതാറാം യെച്ചൂരിയും അടക്കം പാർട്ടി നേതാക്കൾ. അപ്പോൾ നമ്മുടെ 1.5 മണിക്കൂർ വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ